ഞാൻ A.K. സന്തോഷ്, ഇതിൻ്റെ തിരക്കഥാകൃത്താണ്. ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഡയറക്ടർ പറഞ്ഞു, നാളെ റിലീസ് ആവുകയാണ്, 24 മണിക്കൂർ പോലും ഇനിയില്ല, പ്രേക്ഷകരുടെ മുമ്പിലേക്ക് സിനിമ വരികയാണ് നാളെ. ഒരു ത്രില്ലർ ജോണറിൽപ്പെട്ട പടമാണ്. എന്താ പറയുക, വളരെ കുറച്ച് മണിക്കൂറുകൾ ഇനി റിലീസ് ചെയ്യും, പ്രേക്ഷകരുടെ മുമ്പിൽ ഈ ചിത്രം എത്താനുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയാം. നമ്മൾ ഒരു ത്രില്ലർ പടം ആണ്. അതെങ്ങനെയാണ് പ്രേക്ഷകരെടുക്കുക എന്നുള്ളത്, ഭാസ്കറാണ് ഇതിൻ്റെ നായകൻ. ലക്ഷ്മി റജോ എന്നൊരു വളരെ പ്രധാനപ്പെട്ട ഒരു സെൻട്രൽ ക്യാരക്ടർ ഇതിലുണ്ട്, പോലീസ് കമ്മീഷണറായിട്ട്. അന്ന റജി കോശിയുണ്ട്, പത്മരാജ രതീഷുണ്ട്, റിയാസ് ഖാനുണ്ട്. പിന്നെ ഇവിടെ വരാത്ത ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഈ പടത്തിലുണ്ട്. ഇതാണ് എൻ്റെ ബേസിക് എനിക്ക് പറയാനുള്ളത്. ഇനി സംവിധായകനിലേക്ക് ഞാൻ കൊടുക്കേണ്ട ബാക്കി ഇതിൻ്റെ ഡീറ്റെയിൽസ് അദ്ദേഹം പറയട്ടെ. ഇതിനകത്ത് ഇപ്പോൾ ഗൗരി നന്ദയുണ്ട്. ഗൗരി നന്ദയുടെ വേറെ പ്രത്യേകത എന്ന് വെച്ചാൽ എൻ്റെ കന്യാകുമാരി എക്സ്പ്രസ് സുരേഷ് ഗോപിയുടെ നായികയായിട്ടാണ് ഗൗരി നന്ദ വന്നത്. അങ്ങനെ കൂടെ ഉണ്ട്, ഒരു ബന്ധമുണ്ട് ഗൗരി നന്ദയായിട്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കി എന്താണെന്ന് ചോദിച്ചാൽ ഓരോരുത്തരെ കൊടുത്ത് ഓരോരുത്തർ ആൻസർ പറയാം. ബാക്കി ടെക്നീഷ്യൻസിൻ്റെയും ബാക്കി ആർട്ടിസ്റ്റുകളുടെയും ക്യാരക്ടേഴ്സിൻ്റെ ഡീറ്റെയിൽ പറയാം. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അസ്കറുണ്ട്, എല്ലാവരും ഉണ്ട് ഇവിടെ. അപ്പോൾ അതെ, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആളിനെ കൊടുത്ത് അവരുടെ ഡീറ്റെയിൽ. സുരേഷ് സാർ, സുരേഷ് സാർ ഇവിടെ 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 സാർ ഇവിടെ. ഓക്കെ ഓക്കെ സാർ, ഫസ്റ്റ് ഓഫ് ഓൾ സിനിമയിൽ 40 വർഷം തികയ്ക്കുന്ന സാറിന് അഭിനന്ദനങ്ങൾ. താങ്ക് യു. 40 വർഷം ഡയറക്ടറായിട്ട്. അതെ, അതിന് മുമ്പ് 5 വർഷം അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട്, തേർഡ് അസിസ്റ്റന്റ്, 8ാമത്തെ അസിസ്റ്റന്റ്, തേർഡ് അസിസ്റ്റന്റ്, സെക്കൻഡ് അസിസ്റ്റന്റ്, അസോസിയേറ്റ്. 40 പടം വർക്ക് ചെയ്തു ഇതിനു മുമ്പ്, അതെ, ഡയറക്ടർ ആവുന്നതിന് മുമ്പ്. കോട്ടയം കുഞ്ഞച്ചൻ, ഉപ്പുകണ്ടം ബ്രദേഴ്സ് പോലുള്ള മാസ് സിനിമകൾ സംവിധാനം ചെയ്ത ആളാണ് താങ്കൾ. എങ്ങനെയാണ് DNA പിച്ച് ചെയ്യുന്നത് എന്ന് വെച്ചാൽ എൻ്റെ പടങ്ങൾ അറിയാം. കോട്ടയം കുഞ്ഞച്ചൻ, കിഴക്കൻ പത്രോസ്, പാളയം, ഉപ്പുകണ്ടം ബ്രദേഴ്സ്, ഇതൊക്കെ ഏതാണ്ടൊക്കെ ഒരു പാറ്റേൺ തന്നെയാണ്. മുണ്ടും മടക്കി കുത്തി കൊടുത്ത്. അപ്പോൾ പിന്നെ ഒരു ഗ്യാപ്പ് കഴിഞ്ഞു. ഗ്യാപ്പ് എന്ന് ഞാൻ അറിഞ്ഞുകൊണ്ട് വന്നതല്ല, ഞാനത് അധ്വാനിച്ചു. പല സ്ക്രിപ്റ്റിന് വേണ്ടി ഇരുന്നു, ഏറ്റവും ടോപ്പ് റൈറ്റേഴ്സിൻ്റെ കൂടെ ഇരുന്നു. പലരും എന്നെ വിട്ടിട്ട് പോയി, ചിലരെ ഞാൻ ഇട്ടിട്ട് പോയി. ഇങ്ങനെ ഒരു കണ്ടീഷനായി ഒരു ഗ്യാപ്പ് വന്നു. കോട്ടയം വെച്ചൊരു ഡയലോഗുണ്ട് മമ്മൂക്കയുടെ, അതുപോലെ തന്നെ. അപ്പോൾ ഒന്നും വർക്കൗട്ടായില്ല. ഞാൻ മോഹൻലാലിനെ വെച്ചൊരു പ്രോജക്റ്റ് പ്ലാൻ ചെയ്തു, കാർത്തിക തിരുനാൾ കാർത്തികേയൻ. അത് ഏതാണ്ട് ഓൺ വരെ എത്തിയതാണ്. അതിൽ മമ്മൂക്കയെ വെച്ച് കായൽ സാമ്പ്രാട്ട് എന്നൊരു പ്രോജക്റ്റ് പ്ലാൻ ചെയ്തു. ഒന്നും അങ്ങോട്ട് ഫൈനൽ എത്തിയപ്പോൾ ഒരു സ്ക്രിപ്റ്റിൻ്റെ കാര്യങ്ങളുണ്ടും ഒക്കെ, കാരണം എനിക്കൊരു കോൺഫിഡൻറ്റ് ഇല്ല. അതൊന്നുകൊണ്ടാണ് പലതും ഡ്രോപ്പായത്. പിന്നെ വന്നപ്പോൾ ഒരു മാറ്റം എനിക്ക് ഈ പറഞ്ഞ പോലെ DNA എന്ന് പറഞ്ഞ് മാറ്റി. ചിലപ്പോൾ IPS കൂടെ നടക്കും. അത് കഴിഞ്ഞാൽ വീണ്ടും എൻ്റെ പഴയ തട്ടത്തിലേക്ക് തന്നെ ഞാൻ പോകും. ഇപ്പോൾ അഷ്കർ സൗദാൻ്റെ മമ്മൂക്കയോടുള്ള രൂപസാദൃശ്യം സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു രൂപസാദൃശ്യം അഷ്കർ സൗദാൻ ഇതിൽ നായകനാക്കാനായിട്ട് സാറിനെ തോന്നിപ്പിച്ചിട്ടുണ്ടോ? അതാണ് ഈ അഷ്കർ സൗദാൻ ഉള്ളതുകൊണ്ടാണ് ഈ പടത്തിന് DNA എന്ന് പേരിട്ടത്, മമ്മൂക്കയുടെ DNA. സത്യം അതാണ്. യഥാർത്ഥത്തിൽ ഈ പ്രോജക്റ്റിൻ്റെ ഒരു കാരണക്കാരൻ തന്നെ അഷ്കർ സൗദാനാണ്. അഷ്കർ സൗദാന് വേണ്ടിയിട്ടാണ് നമ്മുടെ പ്രൊഡ്യൂസർ ആദ്യം നമ്മളെ അപ്രോച്ച് ചെയ്യും, പിന്നെ സന്തോഷ് അതിനകത്ത് വരികയും, അങ്ങനെ ഞങ്ങളുടെ ഒരു ടീം വർക്കിലാണ് പിന്നെ അത് പോയത്. ഭാഗ്യം, ദൈവത്തിൻ്റെ ഒരു കടാക്ഷം കൊണ്ട് നമുക്ക് മാക്സിമം നമ്മൾ വിചാരിക്കുന്ന ഏതാണ്ട് അത്രയും തന്നെ നമുക്കത് മേക്ക് ചെയ്യാൻ പറ്റി. ഇനിയെല്ലാം ജനങ്ങളുടേതാണ്. ഒരു തൃപ്തിക്കുറവ് ഈ പടത്തിലില്ല. എല്ലാ സൈഡിലും, ക്യാമറ സൈഡിലായാലും, എഡിറ്റിംഗ് സൈഡിലായാലും, മ്യൂസിക്കായാലും ശരി, സ്ക്രിപ്റ്റ് സൈഡിലായാലും ശരി, മേക്കപ്പ് സൈഡിലായാലും ശരി, എല്ലാ സൈഡിലും നമ്മൾ ഏതാണ്ട് സൂപ്പറായിട്ടുള്ള സെറ്റുകളാണ്. നല്ല സെറ്റുകളാണ്, റിയലിസ്റ്റിക് ആയിട്ട് തോന്നുന്ന സെറ്റുകളാണ്. നല്ല ആർട്ടിസ്റ്റിനെ ഭാഗ്യം കൊണ്ട് കിട്ടി. ഇടയ്ക്ക് കുറച്ച് ഷഫ്ലിംഗ് ഉണ്ടായിരുന്നു ആർട്ടിസ്റ്റുകളെ, കുറേ പേര് നമ്മൾ കാസ്റ്റ് ചെയ്ത് അത് മാറി. പക്ഷേ ഇപ്പോൾ നമുക്ക് പണ്ടാര പറഞ്ഞ ഫിൽട്ടർ ചെയ്ത് വന്നപ്പോൾ നമുക്ക് ഏറ്റവും ഈ പടത്തിന് ആപ്റ്റായ, ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണ് ആർട്ടിസ്റ്റുകളുടെ കാര്യത്തിന്. അവരൊക്കെ ആദ്യം പ്ലാൻ ചെയ്ത് പോയത് തന്നെ നല്ലത് എന്ന് ഞാൻ ഈ പടം കണ്ടപ്പോൾ എനിക്ക് തോന്നി. ഇനി ആരോടാണ്? ഇപ്പൊ ഈ സാറിന്റെ ലാസ്റ്റ് സിനിമ വരുന്നത് ഏകദേശം ഒരു 10 വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പൊ ഈ ഒരു കാലയളവിൽ സിനിമയുടെ ഡൈനാമിക്സ് ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട്. പ്രേക്ഷകർ കുറെ സിനിമകൾ കാണാൻ തുടങ്ങി. ഇപ്പൊ സാറിന്റെ സിനിമകൾ സ്റ്റിൽ യൂട്യൂബിലൊക്കെ ഭയങ്കരധികം ട്രെൻഡായി നിൽക്കുമ്പോഴാണ് സാർ അത്ര വലിയ ഇടവേള എടുക്കുന്നത്. സാറിന് എപ്പോഴെങ്കിലും ഫീൽ ചെയ്തു ഈ ഒരു ഇടവേള വീണ്ടും ഷൂട്ട് ചെയ്തപ്പോൾ?
ഞാൻ ഇടവേള സമയത്ത് ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്തു. ഒന്ന്, കുറേ പടങ്ങൾ കണ്ടു. പിന്നെ പഴയ സ്ക്രിപ്റ്റുകൾക്ക് വേണ്ടി കുറേ ഇരുന്നു. എന്നിട്ട് 3 സീരിയൽ ചെയ്തു. അന്ന് സിനിമയേക്കാൾ അഡ്വാൻസ്ഡ് ടെക്നോളജിയുള്ള സീരിയലായിരുന്നു. ഏറ്റവും കൂടുതൽ CG ഉള്ള സീരിയൽ കടമറ്റത്ത് കത്തനാണ്. റെക്കോർഡ് ഹിറ്റാണ്. അതെൻ്റെ സീരിയലാണ്. വിക്രമാദിത്യൻ ഓൾ ലാംഗ്വേജ് പോയി സീരിയൽ എൻ്റെതാണ്. അതുപോലെ തന്നെ അലാവുദ്ദീൻ അത്ഭുത വിളക്ക്, അതും എൻ്റെ സീരിയലാണ്. അപ്പോൾ എനിക്കൊരു ഗ്യാപ്പ്, ഡിജിറ്റലിൻ്റെ ഒരു ഗ്യാപ്പ് വന്നിട്ടില്ല. ഇതിൻ്റെ നമ്മുടെ ആക്ഷൻ കിങ് ബാബുവാൻ എത്തിയിട്ടുണ്ട്. അദ്ദേഹം വന്ന് US നിന്നാണ് വന്ന്, അവിടുന്ന് പാരീസിൽ പോയിട്ട് വന്നതാണ്. വെൽക്കം ബാബുവാനി. എന്താണ് അടുത്ത? എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ട് ഒരു സോറി പറയുന്നു, കുറച്ച് ലേറ്റായിട്ട് എത്തി. ഞാൻ ഉച്ചയ്ക്കാണ് US നിന്ന് എത്തിയത്. മിനിഞ്ഞാന്ന് പുറപ്പെട്ടു. അപ്പം ഞാനും സുരേഷ് ബാബുവായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന ഒരു 3 ഡെക്കേഡ്സിന് മുകളിലായ ഒരു ഫ്രണ്ട്ഷിപ്പാണ്. കോട്ടയം കുഞ്ഞച്ചൻ എന്ന് പറയുന്ന ഒരു സിനിമയുടെ തുടക്കത്തിലാണ് ഫ്രണ്ട്ഷിപ്പ് തുടങ്ങുന്നത്. അപ്പോൾ എന്നോട് സുരേഷ് ബാബുവാണ് നമ്മുടെ പിടിച്ചത്. അപ്പോൾ ഇങ്ങനെ സുരേഷ് ബാബു എന്നോട് പറഞ്ഞു ഒരു പടം സാമൂഹ്യം വെച്ചിട്ട് ചെയ്യുന്നുണ്ട്, അപ്പോൾ അതിലൊരു വേഷം ചെയ്യണമെന്ന്. ഞാൻ സന്തോഷമായിട്ട് അത് സ്വീകരിച്ചു. അങ്ങനെയാണ് ഞാൻ ഈ പ്രോജക്റ്റിലേക്ക് വരുന്നത്. അപ്പോൾ സുരേഷ് ബാബു എന്ന് പറയുന്നത് നമുക്ക് പലപ്പോഴും നമ്മൾ പല ആൾക്കാരും ചിന്തിക്കാറുണ്ട്, പണ്ടത്തെ അല്ലെങ്കിൽ പണ്ട് മുതലെയുള്ള ഡയറക്ടേഴ്സ് ടെക്നിക്കലി ഒട്ടും അപ്ഡേറ്റഡ് അല്ല എന്നുള്ളൊരു ചിന്തയൊക്കെ വരുന്നുണ്ട്. പക്ഷേ നമ്മൾ കന്യാകുമാരി എക്സ്പ്രസ് 15 കൊല്ലം 12 വർഷത്തോളം അന്ന് ഞാൻ ഹെലികോപ്റ്ററിൽ വന്നിറങ്ങുന്ന ഒരു സീക്വൻസ് ഉണ്ട്. അതിൽ ഞാൻ ഹെലികോപ്റ്റർ കണ്ടിട്ടേ ഇല്ല. ആകെപ്പാടെ അന്ന് ലൊക്കേഷൻ ഉണ്ടായിരുന്നത് ഒരു പ്രൊപ്പലർ പോലത്തെ ഒരു ഫാനാണ്. അന്നത്തെ ലിമിറ്റഡ് ആയിട്ടുള്ള ഗ്രാഫിക് ടെക്നിക്കുകൾ ഉപയോഗിച്ച് അന്ന് ഒരു ബ്ലൂ മാറ്റോ അല്ലെങ്കിൽ ഗ്രീൻ മാറ്റോ ഒന്നുമില്ലായിരുന്നു. അന്ന് അത്ര അഡ്വാൻസ്ഡ് ആയിരുന്നു സുരേഷ് ബാബു. അന്ന് ആ സീക്വൻസ് ഷൂട്ട് ചെയ്ത് ഞാൻ കണ്ടപ്പോൾ തന്നെ അത്ഭുതപ്പെട്ടു പോയി. ഞാൻ ഹെലികോപ്റ്ററിൽ വന്ന് ഇറങ്ങി വന്ന് വണ്ടിയെ കയറി പോകുന്നൊരു സീക്വൻസാണ്. അപ്പോൾ ഹെലികോപ്റ്റർ പ്രൊപ്പലറൊക്കെ കാണാം. ഞാൻ ബാബുവിനോട് ചോദിച്ചിട്ട് എങ്ങനെ ഒപ്പിച്ചെടുത്തെന്ന് ചോദിച്ചു. അപ്പം അതുപോലെ ടെക്നിക്കലി അതുപോലെ അഡ്വാൻസ്ഡ് ആണ്, അപ്ഡേറ്റഡ് ആണ് നമ്മുടെ ഒരുപാട് പണ്ട് മുതലുള്ള ഡയറക്ടേഴ്സും സിനിമാറ്റോഗ്രാഫേഴ്സും ഒക്കെ. അപ്പോൾ സന്തോഷമുണ്ട് ഇതിനകത്തൊരു ക്യാമറയാണെങ്കിൽ ചെയ്യാൻ സാധിച്ചതിൽ നിങ്ങളോട് എല്ലാവരും കൂടെ സഹകരിച്ച് വർക്ക് ചെയ്യാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. ഒരു ജെറ്റ് ലാഗ് ഉണ്ട്, അതാണ് ചെറിയൊരു കുഴച്ചിൽ വരുന്നത്. താങ്ക് യു സോ മച്ച്. ആരെയുണ്ട്? റിയാസ് ഖാനെ കൊടുക്കട്ടെ. അസ്കറിൻ്റെ റിയാസ് ഖാനെ അവരെല്ലാവരും പ്രതീക്ഷിക്കുന്നത് അടിച്ച് കയറി വാടാ, അതിനുവേണ്ടി പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന് കൊടുക്കും. റിയാസ് ഖാൻ. ആദ്യം നമസ്കാരം. വന്നിരിക്കുന്ന എല്ലാ സോഷ്യൽ മീഡിയ, ഓൺലൈൻ, ഓൾ പ്രൊമോട്ടേഴ്സ്, നമ്മുടെ മീഡിയ ആൾക്കാർക്ക് വന്നതിന് താങ്ക് യു. ആൻഡ് നിങ്ങളിത് വലിയൊരു ലെവലിലേക്ക് നിങ്ങളിത് എത്തിച്ചേർക്കണമെന്നാണ് എൻ്റെ പ്രാർത്ഥന. പറഞ്ഞു റിയാസ് ഖാൻ എന്താണ്? റിയാസ് ഖാൻ അടിച്ച് കയറി വാ ഓക്കെ, ഭയങ്കര വൈറലാണ്. ഓക്കെ. അടിച്ച് കയറി വാക്ക് മുമ്പുള്ള റിയാസ് ഖാനും ഓക്കെ അടിച്ച് കയറി വാക്ക് ശേഷമുള്ള റിയാസ് ഖാനും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? ഒരു വ്യത്യാസമില്ല. ആരാധകര്, ഉറങ്ങിക്കിടക്കുന്ന ആരാധകര് പുറത്തൊന്നും തോന്നുന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും എപ്പോഴും ഇഷ്ടമായിരുന്നു, ഇപ്പോൾ കൂടുതൽ ഇഷ്ടം. ഓക്കെ, അത്രേ ഉള്ളൂ. വേറെ ഒരു വ്യത്യാസമൊന്നുമില്ല. എപ്പോഴും കേരളത്തിൽ കുറേ ഫാൻ ബേസ് ഉണ്ടായിരുന്നു എനിക്ക്. എല്ലാവരും 2 കൈ കൊണ്ട് സ്വീകരിക്കുന്നതാണ്. അതിപ്പോഴും അതേപോലെ തന്നെ. അതിൽ അടിച്ചു കയറുക ഒരു എക്സ്ട്രാ ബൂസ്റ്റ്, അത്രേ ഉള്ളൂ. ഒരു ബൂസ്റ്റ്, ഒരു പുഷ്, ബാക്കിൽ നിന്ന് ചെറിയ പുഷ്. അത് ഭയങ്കര സന്തോഷമുണ്ട്. ആദ്യം ഈ DNA ഒരു ദിവസം ഒരു ലേറ്റ് ഈവനിങ് എനിക്ക് വിളി വരുന്നത് ത്രൂ ഡിക്സൺ. സന്തോഷ് ഏട്ടന് വിളിയാണ് വരുന്നത്. ഞാനും സന്തോഷ് ഏട്ടനും തമ്മിൽ വി ആർ ലൈക്ക് ഫ്രണ്ട്സ്. നമ്മൾ കുറേ കാര്യങ്ങൾ ഞങ്ങൾ ഷെയർ ചെയ്യുന്നതാണ്. അങ്ങനെ സന്തോഷ് ഏട്ടൻ വിളിച്ചു. സന്തോഷ് ഏട്ടൻ ഒരു കാര്യമുണ്ട്, എല്ലാം ഫുള്ളായിട്ട് പറയില്ല, ഒരു സസ്പെൻസും കൊണ്ട് നിർത്തും. പറഞ്ഞിട്ട് നിർത്തും. അപ്പോൾ ഇനിയും കൂടി എന്താ അത് കഴിഞ്ഞ് സന്തോഷ് ഏട്ടൻ അത് കഴിഞ്ഞ് പറയും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പറയാം ഇപ്പോൾ ഇത്രേ ഉള്ളൂ എന്ന് പറയും. ഭയങ്കര സസ്പെൻസാണ് എല്ലാത്തിൽ. അപ്പോൾ പിന്നെ ഞാൻ ചോദിക്കുന്നത്, സാർ ഇങ്ങനെയാണ് തുടങ്ങിയത്. എനിക്ക് ബെൻസി പ്രൊഡക്ഷൻസ് ആണോ സാറാണോ ഡയറക്ഷൻ ചെയ്യുന്നത് എനിക്കൊന്നും അറിയില്ല. ദെൻ സാറിൻ്റെ പേര് പറയുന്നു. സാറിന് ഞാൻ വലിയ ഫാനാണ്. ഞാൻ ഫ്രം ദ ബിഗിനിങ് വലിയ ഫാനാണ്. സോ
ഒരു ആക്ടറിന് സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് വളരെ ഒരു ഭാഗ്യമാണ്. ഐ എം സോ ഹാപ്പി സാറിനോട് വർക്ക് ചെയ്യുന്നത്. ഞാൻ സാറിനെ പോലെ വേറൊരാളെ കണ്ടിട്ടുണ്ട്, തെലുങ്കിൽ കൊടി രാമകൃഷ്ണ. ഒരിക്കലും ദേഷ്യപ്പെടില്ല, എല്ലാം ഭയങ്കര സോഫ്റ്റാണ്, ഏത് കാര്യവും ഭയങ്കര സോഫ്റ്റായിട്ടാണ് ഹാൻഡിൽ ചെയ്യണത്, ഒരു പ്രഷറും ഇല്ല. അത് കഴിഞ്ഞ് ഞാൻ സാറേ കാണണം, ഒരു പ്രഷറില്ല, ഒന്നുമില്ല, എല്ലാവരോടും വളരെ സോഫ്റ്റ്, ഭയങ്കര കംഫർട്ടബിളാണ് ആർട്ടിസ്റ്റ്. അങ്ങനെ സാർ പൂ പോലെ അങ്ങനെ കൊണ്ടു നടന്ന് എല്ലാ കാര്യങ്ങളും കൊണ്ട് സാധിച്ചെടുത്തു. സോ ഹാപ്പി. ടെക്നിക്കൽ ടീം, ഓൾ മൈ കൊളീഗ്സ്. പിന്നെ പപ്പനും ഞാനും തമ്മിൽ ഒരു റിലേഷനുണ്ട്. റിലേഷൻ മീൻസ് എൻ്റെ ഫാദറും പുള്ളിയുടെ ഫാദറും തമ്മിൽ ക്ലോസ് ഫ്രണ്ട്സാണ്. സോ ഇപ്പോഴും ഞാൻ പപ്പനെ കാണുമ്പോൾ ഞങ്ങളുടെ ഫാദറിൻ്റെ ഓർമ്മ വരും എപ്പോഴും. സോ വി യൂസ് ടു ടോക്ക്. സോ അതൊന്ന്. പിന്നെ അഷ്കറിന് ഓൾ ദി ബെസ്റ്റ്, ഗ്രാൻഡ് സക്സസ് ആട്ടെ ഈ പടം. സോ ദാറ്റ്സ് ഇറ്റ്. വേറെ എന്തൊക്കെയാണ്? എനിക്ക് ബാബു ചേട്ടൻ കൊണ്ട് ഒരു ചോദ്യം ചോദിക്കണം. സാർ എത്രത്തോളം നൊസ്റ്റാൾജിക്കാണ് ഈ സിനിമ? കാരണം സാറിൻ്റെ ഏറ്റവും വലിയ ഹിറ്റ് സിനിമ സംവിധാനം ചെയ്ത ഡയറക്ടറുടെയൊപ്പമാണ് ഇപ്പോൾ വീണ്ടും വർഷങ്ങൾക്ക് ശേഷം അഭിനയിക്കുന്നത്. സോ എത്രത്തോളം നൊസ്റ്റാൾജിക്കായിരുന്നു? കാരണം ഈ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് മെമ്മറീസ് തരുന്ന, അല്ലെങ്കിൽ നൊസ്റ്റാൾജിയ തരുന്ന ഒരു സിനിമയാണ്. ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ ലൊക്കേഷനിൽ ഞാനും ബാബുമായിട്ട് ഇങ്ങനെ പണ്ടത്തെ പല കാര്യങ്ങൾ സംസാരിക്കുകയും, ലൊക്കേഷൻ മാത്രമല്ല ഞങ്ങൾ ഓൾമോസ്റ്റ് എവറി ഡേ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ ചെയ്ത് സംസാരിക്കാറുണ്ട്. അപ്പം ഈ സിനിമ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഭാഗമാകുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഒരു ഇത്. അങ്ങനെ ഒരു ഭാഗ്യം ലഭിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. വീണ്ടും ഞങ്ങൾക്ക് ഒരുമിച്ച് വീണ്ടും ഞങ്ങൾ ഒരുപാട് പല സിനിമകളും പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം ശരിക്കും ഒരുപാട് ഞങ്ങൾ ഈ സിനിമയിൽ മാത്രമല്ല, പേഴ്സണലായിട്ട് വ്യക്തിപരമായിട്ട് ഞങ്ങൾ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ആഴ്ചയിൽ 4 ദിവസമെങ്കിലും ഞങ്ങളത് ഫോണിൽ കൂടി സംസാരിക്കാറുണ്ട്, ഇത്രയും വർഷങ്ങളായിട്ട് മുടങ്ങാതെ. അപ്പം ഡെഫിനറ്റ്ലി നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഒരുപാട് മെമ്മറീസ് ബ്രിങ്ങിങ് ബാക്ക്. പിന്നെ എല്ലാവരുടെയും കൂടെ വർക്ക് ചെയ്യുന്നതും അതൊരു വലിയ സന്തോഷമാണ്. ശരിക്കും ഒരു കാമ്യമാണ്. അപ്പോൾ എന്നോട് ബാബു പറഞ്ഞു ഇതാണ് സംഭവം, ഒന്ന് ചെയ്യാമെന്ന് ചോദിച്ചു. ഞാൻ കൂടുതലൊന്നും ചോദിച്ചിട്ടില്ല. ബാബുവിൻ്റെ ഒരു അതെ 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 അപ്പോൾ അത് അങ്ങ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ, അല്ലാണ്ട് ഒരു വിശ്വാസം. ആവശ്യമുള്ള ആക്ഷൻ ബാബു ആൻ്റണിയിലുണ്ട്. പൂർണ്ണമായ ഒരു ബാബു ആൻ്റണി ചിത്രമല്ല, അത് ഞങ്ങൾ വേറെ ഒരു നല്ല സംഭവം പ്ലാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഇരിക്കുന്ന മിക്ക ആർട്ടിസ്റ്റുകൾക്കും, അല്ലെങ്കിൽ ഇൻക്ലൂഡിങ് രശ്മി റോയ് അടക്കം ഇതിൻ്റെ ഫുൾ കഥ അറിഞ്ഞുകൂടാ, അവർക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങൾ ഹൈഡ് ചെയ്ത ഐഡിയ ആണ് പറഞ്ഞത്. അത് തന്നെയായിരുന്നു. അതെ അതെ അതിൻ്റെ ക്ലൈമാക്സ് യഥാർത്ഥത്തിൽ അറിയാമെന്ന് എനിക്ക് സന്തോഷം മാത്രമേ ഉണ്ടായിരുന്നു. അത് സെപ്പറേറ്റ് ആ പേജ് മാറ്റി വെച്ചു സന്തോഷം എഴുതിയിട്ടില്ല. കാരണം ഷൂട്ടിംഗ് സമയത്ത് രാവിലെയാണ് യഥാർത്ഥത്തിൽ ആ സ്ക്രിപ്റ്റ് പേപ്പർ കയ്യിൽ വന്നത്. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് മാത്രമേ അറിയാവുന്നുള്ളൂ. ബാക്കി ആർട്ടിസ്റ്റുകളോട് ഡീറ്റെയിൽ ഒന്നും പറഞ്ഞിട്ടില്ല. അവർ അത്യാവശ്യമുള്ള ക്യാരക്ടർ പറഞ്ഞു. പക്ഷെ അത് വേറൊരു ബുദ്ധിമുട്ടുണ്ട്. കാരണം ഈ പറഞ്ഞ പോലെ ഫുൾ ഡീറ്റെയിൽ കഥ അവർക്ക് അറിയാത്തത് കൊണ്ട് ആ സീൻ എടുക്കുന്ന സമയത്ത് മാത്രമുള്ള ഈ പറഞ്ഞ പോലെ നമ്മളത് കുറച്ചുകൂടെ ക്ലാരിഫൈ ചെയ്യേണ്ടി വന്നു. ലക്ഷ്മി ചോദിച്ചു ഇവരൊക്കെയാണോ വില്ലന്മാരെന്ന് ചോദിച്ചു. ഇന്നലെ മിനിങ്ങാന്ന് പടം കണ്ടിട്ട് അവർക്കൊന്നും അറിയില്ല. അവർക്ക് അങ്ങനെ പലർക്കും കുറച്ച് ഐഡിയ ചെയ്യേണ്ടി വന്നു. അതൊരു ബുദ്ധിമുട്ട് ഞങ്ങൾക്കും ഉണ്ടായിരുന്ന. ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ ചിലപ്പോൾ അവർക്ക് ഉണ്ടായി കാണണം. പക്ഷെ മാക്സിമം ഞങ്ങളത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഒരു മിനിറ്റ്. ഇതിൽ വില്ലന്മാരിൽ പലരും കൂടി ഇരിക്കുന്നുണ്ട്. അവർക്കൊക്കെ ഒരു കറുപ്പ് ടിന്നുണ്ട്. പിന്നെ ഇതിൽ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ശ്രീ ബാബുവൻ ഇതിൽ ചെയ്യേണ്ടത് ഇപ്പം ചെയ്ത വേഷമല്ലായിരുന്നു. ഒരു ത്രൂ ഔട്ടുള്ളൊരു വേഷമായിരുന്നു. അദ്ദേഹത്തിന് ഡേറ്റിൻ്റെ ഒരു പ്രശ്നം വന്നതുകൊണ്ടാണ് ഒരു തമിഴ് പടത്തിൻ്റെ അല്ലേ ആ പടത്തിൻ്റെ ഒരു ഡേറ്റും നമ്മുടെ പടവും ക്ലാഷ് ആയതുകൊണ്ടായിരുന്നു. ഇങ്ങനെ ഒരു ക്യാമിയോ റോളിലേക്ക് അദ്ദേഹം പോയത്, അദ്ദേഹത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നുള്ളത് ഞങ്ങളുടെ വലിയൊരു ആഗ്രഹമായിരുന്നു. അദ്ദേഹം സമ്മതിച്ചു വന്നു. ഇതല്ലായിരുന്നു, അദ്ദേഹത്തിന് കുറച്ചുകൂടി ലെങ്തി ആയിട്ടുള്ളൊരു കഥാപാത്രമാണ് വെച്ചിരുന്നത്. ഇതിനകത്ത് എല്ലാവരും ഹീറോസാണ് കേട്ടോ. ഇതിനകത്ത് വില്ലനൊന്നും ഇല്ല. എല്ലാവരും പ്രധാന കഥാപാത്രമൊക്കെ ഉണ്ട്, പ്രധാനപ്പെട്ടവരുണ്ട്. എല്ലാവർക്കും നല്ല അത്യാവശ്യം അവരുടെ വേഷം ചെയ്യാൻ പറ്റിയ സംഭവം തന്നെയാണ്. എല്ലാവരും ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ പടം കാണുമ്പോൾ അറിയാം. ആരെയാണ് അടുത്തത്? അസ്കർ. സർവൈലൻസ് എഴുതുന്ന സമയത്ത്
അത് ഒരേ സമയം ഒരു വൈറലായിട്ടുള്ള ഒരു നായകന്റെയും അതുപോലെ തന്നെ ഒരു സ്റ്റാറിന്റെയും കൂടി ലോഞ്ച് ആയിരുന്നു ആ സിനിമ. അത് ഒരേ സമയം പ്രകടനത്തിനും അതുപോലെ തന്നെ ആ താരത്തിനും ഒരേ സമയം വെയിറ്റേജ് കൊടുത്തിട്ടായിരുന്നു അതിന്റെ സ്ക്രിപ്റ്റ് പാറ്റേൺ ഒക്കെ. സോ DNA വരുമ്പോൾ ഒരു മമ്മൂക്ക ഇൻഫ്ലുവൻസ് ഉള്ള ഒരാൾ, അയാൾക്ക് വേണ്ടി ഒരു സിനിമ ആ വിധത്തിലൊരു സ്റ്റാർ ലോഞ്ച് എന്നുള്ള രീതിയിൽ ആ ഒരു ആംഗിളും കൂടി സിനിമയ്ക്കുണ്ടോ? അങ്ങനെ ഒരു ലാർജർ ദാൻ ലൈഫ് ആംഗിളും കൂടി സ്റ്റോപ്പ് വയലൻസിനുള്ളത് പോലെ തന്നെ? ഇല്ല, സ്റ്റോപ്പ് വയലൻസ് മോർ ദാൻ ഓർഗാനിക് ആയിരുന്നു. അതിൻ്റെ കഥ ഉണ്ടായതും അതിൽ പൃഥ്വിയല്ലായിരുന്നു. അതിൽ ആദ്യം ഉണ്ടായത് അതിൻ്റെ തിരക്കഥ തന്നെ. കഥയും തിരക്കഥയാണ് അതിൽ ആദ്യം ഉണ്ടായത്. ഞാൻ ഇവിടെ ഡിഗ്രി കോളേജിൽ ആൽബർട്ട്സ് പഠിക്കുന്ന സമയത്ത് നമ്മുടെ എറണാകുളത്ത് ഉണ്ടായിരുന്ന ഒരു വലിയ ഗുണ്ട എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ ഈ ട്രൈപ്പോഡിൻ്റെ സൈസേ ഉള്ളൂ. എറണാകുളം നമ്മുടെ ഈ സരിതാ തിയേറ്ററിൻ്റെ മുൻപിലാണ് അദ്ദേഹത്തിൻ്റെ വീടുണ്ടായിരുന്നത്. ഞാൻ പേര് പറയുന്നില്ല. അദ്ദേഹത്തെ വളർത്തിയ ഒരു CI ഉണ്ടായിരുന്നു അവിടെ. അവരുടെ കഥയാണ് അത്. ഓർഗാനിക്കാണ്. നമ്മുടെ മുമ്പിലുണ്ടായിരുന്ന ഒരു കഥയിൽ നിന്നാണ് അത് വന്നത്. അപ്പോൾ അതിന് ആർട്ടിസ്റ്റ് ആര് വേണമെന്നൊന്നും നമ്മൾ മുന്നിൽ കണ്ടിരുന്നില്ല. പൃഥ്വി ഉണ്ടായിരുന്നില്ല. അതിൻ്റെ പ്രൊഡ്യൂസറും നമ്മളാണെന്ന് പറഞ്ഞത് ഒരു ഇമേജും ഇല്ലാത്ത ഒരു ന്യൂ ഫേസിനോട് നമുക്ക് ഈ പടം ചെയ്യാം എന്നുള്ളതാണ് പറഞ്ഞത്. പക്ഷേ അങ്ങനെ പല മുഖങ്ങളെ നോക്കി വന്നപ്പോൾ ഒന്നും ഈ ഒരു കഥാപാത്രത്തിൻ്റെ ഒരു തീക്ഷ്ണത ഉൾക്കൊള്ളാൻ പറ്റിയ ഒരു ബോഡി ലാംഗ്വേജോ അല്ലെങ്കിൽ ഫേസോ ഉള്ളവരില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് രഞ്ജിത്തിൻ്റെ നന്ദനം എന്ന സിനിമയുടെ ഷൂട്ട് നടക്കുന്നത്. അപ്പോൾ രഞ്ജിത്ത് ഒരിക്കൽ എന്ന് പറഞ്ഞു, ഇത് നടൻ സുകുമാരൻ്റെ മകനാണ് എൻ്റെ പടത്തിലെ നായകൻ, നിങ്ങളൊന്ന് വന്ന് നോക്ക്. എനിക്ക് തോന്നുന്നു എൻ്റെ ഈ നന്ദനത്തിലെ കഥാപാത്രത്തേക്കാൾ കൂടുതൽ നിങ്ങളുടെ കഥാപാത്രത്തിനയാൾ യോജിക്കുന്നു, വന്ന് നോക്കുക എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ചേട്ടൻ AK സാധനം കൂടി ഞങ്ങൾ പറവൂരുള്ള ലൊക്കേഷനിൽ പോയി കാണുമ്പോൾ ഇയാളൊരു സാധാരണ ഒരു അതിലൊരു കോസ്റ്റ്യൂമൊക്കെ ഇട്ടൊരു ബർമൂടയും ഒരു ടീഷർട്ടും ഇട്ടിട്ട് അവിടെ ആ വീട്ടിൽ നിൽക്കുന്നു. സംസാരിച്ചു. എനിക്ക് തോന്നുന്നു അപ്പോൾ അയാളുടെ ഒരു കണ്ണും അയാളുടെ ചിരികളും ഒക്കെ നോക്കി പെട്ടെന്ന് എവിടെയോ ഒരു സ്ട്രൈക്ക് ചെയ്തു. ഇങ്ങനെ ഈ സാത്താൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തെ പറ്റും അങ്ങനെ വന്നതാണ് ആ കഥാപാത്രം. ഇതങ്ങനെയല്ല. ഇതിൽ നമുക്ക് അസ്കർ എന്ന ആള് പ്രീഫിക്സ്ഡ് ആണ്. ഈ പ്രൊജക്റ്റ് ഉണ്ട്. കാരണം അസ്കറാണ് ഈ പ്രൊജക്റ്റ് വരുന്നത്. അപ്പോൾ അസ്കറിന് നമുക്ക് അപ്പോൾ അസ്കറിലേക്ക് ചേർന്ന കുപ്പായം തയ്ക്കാതേ ഉള്ളൂ. ഇപ്പോൾ ടൈലർ മെയ്ഡ് സാധനം നമ്മൾ ചെയ്യുക എന്നുള്ളത്. അങ്ങനെയാണ് ഇത് വന്നത്. അപ്പം അതിൽ നമുക്ക് 1-2 ബാധ്യത എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല. അസ്കറിൻ്റെ വെച്ചിട്ട് നമുക്കൊരു വലിയ പോലീസ്, അപ്പോൾ എൻ്റെ പ്രൊഡ്യൂസർക്ക് ഒരു സജഷൻ പോലെ പറഞ്ഞത് ഒരു പോലീസ് കഥാപാത്രത്തെ അത് കൊടുക്കാൻ പറ്റുമോ, നമ്മൾ അങ്ങനത്തെ കഥകൾ എഴുതിയിട്ടുള്ളതുകൊണ്ട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു പോലീസ് കഥാപാത്രങ്ങൾ കൊടുക്കാം, പക്ഷേ ഒരു ഭയങ്കര ഔട്ട് ഓഫ് ബോക്സ് ഒരു അമാനുഷിക സംഭവങ്ങൾ താരതമ്യേന പുതിയൊരാളെ വെച്ച് ചെയ്യുന്നതിൽ പ്രശ്നം ഉണ്ടാവും, എനിക്കത് എത്രത്തോളം വലിക്കുന്ന അറിയില്ല എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ നമ്മൾ ഇങ്ങനെ ഒരു ഇതിലേക്ക് ലാൻഡ് ചെയ്തതും വന്നത്. ആർക്ക് കൊടുക്കണം? ഹലോ. ഈ അച്ഛനൊക്കെ ചെയ്തു വെച്ചിട്ടുള്ള സിനിമാറ്റിക് മാവുകളിലൊക്കെയുള്ള ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടർ റോൾസ് ഉണ്ടല്ലോ. ഇപ്പോൾ രാജാവിൻ്റെ മകനിൽ മോഹൻലാൽ ഉള്ളതുപോലെ തന്നെ അവിടെ രതീഷും ഉണ്ടല്ലോ. അപ്പം അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ക്യാരക്ടർ പലപ്പോഴും നായകനേക്കാൾ മുകളിലാണോ ഇയാളെന്നൊക്കെ തോന്നുന്നത് പോലത്തെ ആ അച്ഛനിൽ നിന്ന് അങ്ങനത്തെ ഇൻസ്പിറേഷൻസ് ഒക്കെ എടുത്തിട്ടാണോ പലപ്പോഴും ഒരു ക്യാരക്ടറിനെ സമീപിക്കുന്നതോ അല്ലെങ്കിൽ ഈ ക്യാരക്ടർ എനിക്ക് ഇങ്ങനെ വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്നതോ? ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ ഇരിക്കുന്ന എല്ലാ മീഡിയ ഫ്രണ്ട്സിനും നമസ്കാരം. ഞാൻ ശരിക്കും മൂവി അച്ഛനെ ആദ്യമായിട്ട് ആസ് എൻ ആക്ടർ ഞാൻ കാണുന്നത് കമ്മീഷണർ എന്ന മൂവിയിൽ. ഐ വാസ് ഓൺലി 4 years old. അപ്പോൾ അതിൽ ഞാൻ കാണുമ്പോൾ ഫസ്റ്റായിട്ട് വില്ലൻ എന്നുള്ളൊരു ക്യാരക്ടറിൽ അച്ഛനെ കാണുന്നത്. സോ ദാറ്റ് ഇൻസ്പയർഡ് മീ ടു ബിക്കം എ വില്ലൻ. എനിക്ക് മൂവീസിൽ വരുമ്പോൾ വില്ലൻ റോൾസ് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഞാൻ തുടങ്ങിയത്. ചോദിച്ച് 10 years back 2014. പിന്നെ അച്ഛൻ്റെ കുറേ പടങ്ങൾ ഞാൻ പിന്നെ കാണാൻ തുടങ്ങിയതും ആൻഡ് ആസ് എൻ ആക്ടർ എനിക്കൊരു മെച്യൂരിറ്റി വരാൻ തുടങ്ങിയത് നോട്ട് ഓൺലി വില്ലൻ, ഐ വോണ്ട് ടു ഡു ഓൾ ക്യാരക്ടർ റോൾസ് ആൻഡ് പ്രോബബ്ലി ഹീറോ ആൻഡ് ഓൾ ദാറ്റ്. സോ ഒബ്വിയസ്ലി അച്ഛൻ്റെ വില്ലൻ റോളാണ് എന്നെ കൂടുതലും ഇൻസ്പയർ ചെയ്തത്. അഷ്കറിൽ ഈ പറഞ്ഞ മമ്മൂക്കയുടെ ശബ്ദമുണ്ട് അല്ലെങ്കിൽ രൂപസാദൃശ്യം ഉണ്ടെന്നൊക്കെ ആളുകൾ പറയുന്നുണ്ടല്ലോ. അപ്പൊ മമ്മൂക്കയുമായി അഭിനയിച്ചിട്ടുണ്ടല്ലോ അച്ഛനും മറ്റേ സിനിമ ഫയർമാനിലുൾപ്പെടെ. എന്തെങ്കിലും വിധത്തിലെ ഒരു ക്യാരക്ടറിനെ സമീപിക്കുന്ന വിധത്തിലോ അല്ലെങ്കിൽ ജസ്റ്റേഴ്സിലൊക്കെ അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? അഷ്കറാണ് എന്നെ
അഷ്കറിനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? ഒബ്വിയസ്ലി ഞാൻ എനിക്ക് മാത്രമല്ല എല്ലാവർക്കും ഫീൽ ചെയ്തിട്ടുള്ള കാര്യം അത്. എനിക്ക് കൂടുതലും അഷ്കറിൻ വോയിസ് റിസംബിൾസ് എ ലോട്ട് മമ്മൂക്കയുടെ വോയിസ്. ആൻഡ് വെരി ഹാപ്പി ടു ബി പാർട്ട് ഓഫ് ദിസ് മൂവി. DNA ഈ പടം ഡിസ്കഷൻ തുടങ്ങുമ്പോൾ തന്നെ ഒരു ഷൂട്ട് തുടങ്ങുന്നതിന് ഒരു 1 year മുമ്പ് തൊട്ട് തന്നെ ഞാനും സുരേഷ് ബാബു സാറും തമ്മിൽ ടച്ചിലുണ്ട്. സോ ഹീ കോൾഡ് മീ ഫോർ ദിസ് മൂവി. ഈ പടത്തിൽ ഞാൻ ഇതുവരെ കുറേ പോലീസ് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്, കുറേ മൂവീസിൽ ക്ലോസ് ടു 7 or 8 പോലീസ് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ദിസ് ഇസ് എ വെരി ബോൾഡ് ആൻഡ് ത്രൂ ഔട്ട് പടത്തിൽ ത്രൂ ഔട്ടുള്ള ഒരു പോലീസ് ക്യാരക്ടറാണിത്. ആൻഡ് വെരി ഹാപ്പി ടു ബി എ പാർട്ട് ഓഫ് ദിസ് മൂവി. താങ്ക് യു. ആണോ? ഓക്കെ. ഇതൊക്കെ കുറേ കമ്പാരിസണൊക്കെ വരും. പക്ഷേ അഷ്കറിനായിട്ടുള്ള സ്റ്റൈലുണ്ട്, പുള്ളിയായിട്ട് ഉള്ളൊരു പെർഫോമൻസ് ഉണ്ട്, ഒരു തനിത്വമുണ്ട്. അത് നിന്ന് കാണാൻ പറ്റും പടം റിലീസാകുമ്പോൾ. ആൻഡ് ഹി വിൽ റോക്ക് ഇൻ ഹിസ് ഓൺ സ്റ്റൈൽ, ഇൻ ഹിസ് ഓൺ വേ. ആരും അതിൻ്റെ ഇതിൽ വരില്ല, കമ്പാരിസണിൽ വരില്ല. അഷ്കർ, ഇപ്പോ ഈ സിനിമ ഓണമാകുമ്പോൾ തൊട്ട് അഷ്കർ ഉണ്ടല്ലോ, അപ്പൊ ഇതിന്റെ ഒരു ജേർണിയും ഇതിന്റെ ഒരു ക്യാരക്ടറിന്റെ അടക്കം ഇമോഷൻ ട്രാൻസ്ഫോർമേഷൻ ഭയങ്കരമായിട്ട് മനസ്സിലേക്ക് എടുത്തിട്ടുള്ള ആളുകൂടെ. ശരിക്കും ഒരു ആക്ടർ ഫസ്റ്റ് ടൈം ഈ പ്രൊജക്റ്റിലേക്ക് വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു അഡ്വാൻറ്റേജിനെ കുറിച്ച് എങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്? അഡ്വാൻറ്റേജ് എന്നോ നമ്മൾ പ്ലാൻ ചെയ്തു വന്നതല്ല. എനിക്ക് എൻ്റെ പ്രൊഡ്യൂസർ ഓഫർ ചെയ്തു, ഒരു സിനിമ ഞാൻ ചെയ്തു തരാം, നിനക്ക് എന്തോ അഭിനയിക്കാനൊക്കെ അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ പ്രൊഡ്യൂസർ പറഞ്ഞു, അദ്ദേഹമാണ് എനിക്ക് ഇങ്ങനെ ഒരു ഓഫർ തന്നത്. ആ ഓഫർ തന്നതിൽ ബാബു സാർ എന്നെ സപ്പോർട്ട് ചെയ്തു. കാരണം ഞാൻ ബാബു സാറിൻ്റെ കുറേ വർഷം മുമ്പ് ഒരു ഷോർട്ട് ഫിലിം അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനോട് കന്യാകുമാരി എക്സ്പ്രസ് എന്ന് പറഞ്ഞ പടത്തിൽ ഒരു ചെറിയ വേഷം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഗൗരവ ഞങ്ങളൊരു ഫാമിലിയാണ്. കാരണം ഞാൻ എൻ്റെ ചേട്ടനോ അച്ഛനോ എൻ്റെ എല്ലാമാണ്. കാരണം ഞാൻ ഈ പ്രൊഡ്യൂസറുടെ അടുത്ത് നിന്ന് അദ്ദേഹത്തെ കാണാൻ പോയത്, ട്രിവാൻഡ്രത്ത് അദ്ദേഹം കാണാൻ പോയി. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, സാറേ എനിക്കൊരു സ്ക്രിപ്റ്റ് വേണം, ഒരു പോലീസ് സ്റ്റോറിയാണ്. അപ്പോൾ പറഞ്ഞ് മുന്നേ അതിൻ്റെ നമുക്ക് സ്ക്രിപ്റ്റ് റെഡിയാക്കാം, നമുക്ക് സ്ക്രിപ്റ്റ് റെഡിയാക്കും. ഒരു പണി ചെയ്താലോ, നല്ല പ്രൊഡ്യൂസറാണോ, എന്താ സെറ്റപ്പ്, നിന്നെ നായകനാക്കിയോ എന്ന് ചോദിച്ചു. അപ്പോഴെൻ്റെ കിളിയൊക്കെ പോയി. നായകനാക്കി ഇത്രയും വലിയൊരു ഡയറക്ടർ നമ്മൾ ഇത്ര സ്വപ്നം കണ്ട. കാരണം കോട്ടയം കുഞ്ഞച്ചൻ സിനിമ ഞാൻ വീട്ടിൽ നിന്ന് രഹസ്യമായിട്ട് കണ്ടു പോയതിൻ്റെ അടിയും പഴക്കമൊക്കെ എനിക്ക് പറയാം. അന്ന് എനിക്കറിയത്തില്ലല്ലോ ഇദ്ദേഹം, അന്ന് ആ സമയത്ത് ടി എസ് സുരേഷ് ബാബു സാറാണോ അങ്ങനെ അറിയാവുന്നൊരു പക്വതയില്ലായിരുന്ന സമയത്ത് പോയി അടിമേടിച്ചാണ്. ആ ഒരു ഡയറക്ടർ പടത്തിൽ ഞാൻ അഭിനയിക്കുന്നു. അതുപോലെ ഉപ്പുകണ്ട പ്രദേശത്ത്, കൂടിക്കാഴ്ച എന്നൊക്കെ പറഞ്ഞ സിനിമയിൽ വലിയ ഹീറോ ആയ ബാബു ആന്റണി സാറുണ്ട്. അതുപോലെ ഞാൻ ഫസ്റ്റ് റിയാസ് ഖാനെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞത്, റിയാസ് ഖാൻ ജലോത്സവത്തിൽ ഞാൻ പറഞ്ഞിരുന്നു, ഫസ്റ്റ് കണ്ടപ്പോൾ അടിച്ച് കയറി വാടാ, എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാനൊന്നും പറഞ്ഞില്ല, നുണ പറയല്ലോ കേട്ടോ. ഞാൻ ഫസ്റ്റ് റിയാസ് ഖാനെ കണ്ടപ്പോൾ പറഞ്ഞ്, റിയാസ് ഖാൻ ഞാൻ നിങ്ങളുടെ ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ മറ്റേ ബാലേട്ട അങ്ങനെ. അപ്പോൾ ഇവരെ ഇത്ര സീനിയർ ആൾക്കാരുടെ കൂടെ അവരുടെ കൂടെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റിയല്ലോ, അത് ദൈവത്തിൻ്റെ ഒരു വലിയൊരു അനുഗ്രഹമാണ്. അതുപോലെ AK സന്തോഷ് സാറിനെ പോലെ ഒരു വലിയൊരു സ്ക്രിപ്റ്റ് റൈറ്റർ, അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. അതുപോലെ നമ്മുടെ നായിക ഹന്ന റജി കോശി, കൂമലിനൊക്കെ അടിച്ചു പൊളിച്ച് വലിയ നായിക. പിന്നെ അതുപോലെ പപ്പനെ ഞാൻ ചെറുപ്പത്തിലേ കണ്ടിട്ടുണ്ട്. അപ്പം എനിക്ക് വലിയ പ്രായമുണ്ടെന്ന് പറയരുത്. കാരണം അവർ 4 മക്കളാണ്. ഞങ്ങൾ ട്രിവാൻഡ്രത്ത് വെച്ച് ഇവരെ കുഞ്ഞിലെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയാണെന്ന് പറയാം. രതീഷേട്ടൻ്റെ കൂടെ ഞാനൊരു സീരിയൽ അഭിനയിച്ചിട്ടുണ്ട്, വേനൽമഴ എന്ന് പറഞ്ഞ സീരിയൽ. അപ്പോൾ രതീഷേട്ടൻ വേനൽമഴ, അപ്പോൾ രതീഷേട്ടൻ്റെ കൂടെ എനിക്ക് അഭിനയിക്കാൻ പറ്റിയിട്ടുണ്ട് സീരിയലിൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിക്കും. ഞങ്ങൾ ഒരു വർഷം ഞാൻ രതീഷേട്ടൻ ഒരു വീട്ടിലാണ് ഞങ്ങൾ താമസിച്ചത്. എപ്പോഴും വന്ന് എൻ്റെ അടുത്ത് വന്ന് നിൽക്കും, ഞാൻ ഉറങ്ങുമ്പോഴൊക്കെ വന്ന് നിൽക്കും. രതീഷേട്ടൻ വന്ന് നിൽക്കും, എടാ നീ ഉറങ്ങണം, എഴുതണം, നിന്റെ ഉറങ്ങം കാണാൻ നല്ല രസമുണ്ടെന്നൊക്കെ പറയുന്നത് അദ്ദേഹത്തിൻ്റെ മോൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. കാരണം ഞങ്ങളെല്ലാവരും ഒരു ഫാമിലിയാണ്. കാരണം ഒരുപാട് കഥകളുണ്ട് നമുക്ക് പറയാൻ. പിന്നെ ഇതെല്ലാം ഒത്തുവന്നത് നമ്മുടെ പ്രൊഡ്യൂസർ KV അബ്ദുൽ നാസർ സാറാണ്. അദ്ദേഹത്തിന് ഒരുപാട് നന്ദി പറയുന്നുണ്ട്. പിന്നെ നാളെ പടം റിലീസാണ്, അതിൻ്റെ ഒരു നല്ല ടെൻഷനിലാണ്. അല്ല, ഒരുപാടല്ലല്ലോ, 2 പാടാണല്ലോ ഒരുമിച്ച് കിട്ടിയ. IPS കൂടെ വരുന്നുണ്ടല്ലോ മോനെ. ഒരുപാടല്ല, 3 പടം ഞാൻ ചെയ്തു കഴിഞ്ഞു KV അബ്ദുൽ നാസർ സാറിൻ്റെ ബെൻസി പ്രൊഡക്ഷനിൽ. ആ 2 പടത്തിൽ റിയാസിക്കാരുടെ കൂടെ ഫൈറ്റ് ചെയ്യാൻ പറ്റി. അടുത്ത പടം വരുന്നുണ്ട്, ഞങ്ങൾ സസ്പെൻസ് ആയിട്ട് വെച്ചേക്കാണ്. പിന്നെ ബാബു ആന്റണി സാർ, അദ്ദേഹത്തിനോട് എനിക്ക് ഇതിൽ കോമ്പിനേഷൻ ഞാൻ പറയുന്നില്ല, രഹസ്യം പറയുന്നില്ല, അതൊന്നും നമുക്ക് വെളിയിൽ റിവീൽ. ഇനി അടുത്ത IPS KV അബ്ദുൽ നാസർ സാർ ചെയ്യുന്നു, സാറ് ഡയറക്റ്റ് ചെയ്യുന്നു. അത് ഒരു സംഭവമാണ്, ഞങ്ങളൊന്നും വിടുന്നില്ല. എല്ലാവരും ഉണ്ട്, എല്ലാവരും ഫാമിലി പോലെ തന്നെയാണ്. ആരും
അങ്ങോട്ട് ഇപ്പം നായകനെന്നോ വില്ലെന്നോ ഈ പടത്തിലില്ല, എല്ലാവർക്കും ഈക്വൽ ക്യാരക്ടറാണ്. ഞാൻ നായകനെന്നൊന്നും ഇല്ല ഈ പടത്തിൽ, ഇതെല്ലാവർക്കും ഈക്വൽ ക്യാരക്ടറാണ്. ആ ക്യാരക്ടർ ഉണ്ടാക്കിയത് A.K. സന്തോഷ് സാറാണ്. അത് ഇത് ചെയ്തത്. പിന്നെ രവിചന്ദ്രൻ സാറ് ക്യാമറ മാൻ, അത് വേറെ ലെവലിൽ അദ്ദേഹം ചെയ്തു വെച്ചിട്ടുണ്ട്. ജോൺ കുട്ടി എഡിറ്റർ, അദ്ദേഹം ഇവിടെ ഉണ്ട്, അദ്ദേഹം മാറി നിൽക്കുകയാണ്, നിങ്ങൾക്ക് വിളിക്കാം അദ്ദേഹത്തെ. എഡിറ്റർ, ആർട്ട്, അതുപോലെ ഒരുപാട് എല്ലാവരും കഷ്ടപ്പെട്ടൊരു വലിയ പടമാണ്. കാരണം 100 ഡേയ്സോളം ഞങ്ങൾ ഷൂട്ടിങ് പോയി. കാരണം ഇപ്പോൾ 4 വർഷത്തോളം ഞങ്ങൾ ഈ ഫിലിമിൻ്റെ പുറകെ തന്നെയായിരുന്നു. DNA എന്ന് പറഞ്ഞ പടത്തിൻ്റെ പുറകെയായിരുന്നു. ഓരോ ക്യാരക്ടേഴ്സും ഞാൻ സംസാരിക്കുമ്പോഴും A.K. സന്തോഷ് സാറ് പറയുമ്പോഴും നമ്മൾ ഓരോ ക്യാരക്ടേഴ്സ് പറയും ഇങ്ങനെ ചെയ്യാം എന്ന് പറയും. റായലക്ഷ്മി ഈ പടത്തിൽ വന്നപ്പോഴും ഞാൻ സാറ് പറയുമ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്തിരുന്നു, സാറേ നമുക്ക് റായലക്ഷ്മി, സാറ് പറയുമ്പോൾ ഓരോ ക്യാരക്ടർ, അത് എല്ലാം സപ്പോർട്ട് ചെയ്ത് ഞങ്ങളുടെ പ്രൊഡ്യൂസറാണ്. അപ്പോൾ വളരെ സന്തോഷമുള്ളൊരു നിമിഷമാണ്. അപ്പോൾ നാളെ DNA റിലീസാണ്. നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് വേണം. ഞങ്ങളെപ്പോലുള്ള പുതുമുഖെന്ന് പറയും, ഞാനൊരു പുതുമുഖാണെന്ന് പറയും. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഒരുപാട് സന്തോഷം. ഞാൻ ഹന്നയുടെയിലാണ് കൊടുക്കണ്ടേ? സാറിന് വേറൊരു ഭാഗ്യം എനിക്ക് കേട്ടിട്ടുണ്ട്. മമ്മൂക്ക എൻ്റെ പടത്തിൽ അഭിനയിച്ചു. മമ്മൂക്കയുടെ സഹോദരൻ ഇബ്രാഹിം കുട്ടി എൻ്റെ പടത്തിൽ അഭിനയിച്ചു. അദ്ദേഹത്തിൻ്റെ അനിയൻ സക്രിയ, അദ്ദേഹം എൻ്റെ പടത്തിൽ അഭിനയിച്ചു. അത് അച്ചു അഭിനയിച്ചു. അപ്പോൾ അച്ചുറ്റ അസ്കർ സൗദാൻ, അവർ 4 പേരും അഭിനയിച്ചു. വേറൊരു ഭാഗ്യം എനിക്ക് മുമ്പ് കിട്ടിയിട്ടുണ്ട്. നസീർ സാർ അഭിനയിച്ചു, ഷാനവാസ് അഭിനയിച്ചു, ഷാനവാസിൻ്റെ മകനും എൻ്റെ പടത്തിൽ അഭിനയിച്ചു. അതും ഒരു വലിയ ഭാഗ്യമല്ലേ. ഏതായാലും ഹന്നയുടെ ഞാൻ കൊടുക്കാം, ഹന്നയെ കൊടുക്കാം. ചോദ്യം ചോദിച്ചോളൂ. രണ്ടുപേരോട് ചോദിക്കാണ്ട്, ഗൗരി നന്ദയോടും ഹന്നയോട് ചോദിക്കാം. ഈ സിനിമയില് ലേഡി ക്യാരക്ടേഴ്സിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് ഒന്ന് പറയാമോ? അത് മാത്രമല്ല, നിങ്ങൾ 2 പേരിൽ ഏതെങ്കിലും ഒരാളാണോ ഈ സിനിമയിലെ വില്ലത്തി? ഓക്കെ, അതായത് ഈ സിനിമയിൽ ഇപ്പൊ പോസ്റ്റർ കാണുമ്പോൾ അറിയാം, പോസ്റ്ററിൽ കുറെ കഥാപാത്രങ്ങളുണ്ട്. അല്ലാണ്ടും സിനിമയുടെ കാസ്റ്റ് നോക്കുവാണെങ്കിൽ അറിയാം, ഈച്ച് ആൻഡ് എവറി ക്യാരക്ടർ, അതായത് എല്ലാം നോൺ ആർട്ടിസ്റ്റുകളാണ് ചെയ്തിരിക്കുന്നത്. അതായത് ന്യൂബി ആയിട്ടുള്ള ഫ്രഷ് ഫേസസ് വളരെ കുറവാണ്. സുരേഷ് സാറിന് ഒത്തിരി കോൺടാക്ട്സ് ഉണ്ട്. അപ്പം ആരെ വിളിച്ചാലും ദേ ആർ ഓൾ വില്ലിംഗ് ടു ആക്ട് ഇൻ ഹിസ് മൂവി. കാരണം അത്ര ഫ്രണ്ട്ലി ഒരു ഡയറക്ടറാണ്. നമുക്ക് വീണ്ടും നമുക്ക് അഭിനയിക്കാൻ തോന്നും. അതുകൊണ്ട് തന്നെ സാറ് നേരത്തെ ചെയ്ത മൂവീസിലെ ആക്ടേഴ്സിനെ ഒരു സീനാണെങ്കിലും അല്ലെങ്കിൽ ഒരു ചെറിയൊരു 1 ഷോട്ടിനാണെങ്കിലും വിളിച്ചാൽ പോലും എല്ലാവരും ഹാപ്പി ആയിട്ട് ഈ മൂവിയിൽ വരും. സോ ഇപ്പൊ ഈ ചോദ്യം ഞാനാണോ, ഗൗരിയാണോ, അഷ്കറാണോ, റിയാസ് ഖാനാണോ, അല്ലെങ്കിൽ ബാബു സാറാണോ, ആരാണെങ്കിലും ഐ വോണ്ട് ടെൽ, നോ വൺ ക്യാൻ ടെൽ ഓൾസോ. ബിക്കോസ് ഈ പ്രോജക്റ്റിന്റെ ട്രീറ്റ്മെന്റ് സുരേഷ് സാറും A.K. സാറും കൂടെ ട്രീറ്റ് ചെയ്തിരിക്കുന്ന രീതി ഇൻ എ വേ ദാറ്റ് നമുക്ക് എല്ലാവരെയും സസ്പെക്റ്റ് ആയിട്ട് തോന്നും. ആദ്യം കാണുമ്പോൾ തോന്നും റായലക്ഷ്മിയാണ് സസ്പെക്ട് എന്ന്, പിന്നെ തോന്നും അഷ്കറാണ്, പിന്നെ റിയാസ് ഖാനാണ്, പിന്നെ ഞാനാന്ന് തോന്നും, ഗൗരിയാന്ന് തോന്നും, ബാബു സാറാന്ന് തോന്നും, പപ്പ തോന്നും. എല്ലാവരെയും നമുക്ക് സസ്പെക്റ്റ് ആയിട്ട് തോന്നും. ആരാണ്? അപ്പൊ നമ്മള് ആക്ച്വലി സുരേഷ്, അതെ, സാറാണ് മെയിൻ വില്ലൻ. ആക്ച്വലി ഷൂട്ടിംഗ് സെറ്റിൽ കോമഡി എന്ന് പറഞ്ഞാൽ ഞാൻ സാറിനോട് എന്തും ചെന്ന് ചോദിക്കും, സാർ സത്യം പറഞ്ഞാൽ ഞാൻ ആരോടും പറയത്തില്ല, എൻ്റെ അടുത്ത് പറ, ആരാണ്, ഞാനാണോ അല്ലെങ്കിൽ അഷ്കറാണോ അല്ലെങ്കിൽ റായജിയാണോ, ആരാണ് ഒന്ന് പറഞ്ഞാ. അപ്പൊ സാറ് വേറെ ആളുടെ പേര് പറഞ്ഞുതരും. ഞാൻ വിചാരിക്കും അതാണ്. കുറച്ച് കഴിയുമ്പോൾ എനിക്ക് മനസ്സിലാവും അതല്ല, പിന്നെ ആരാണ്. ഐ മീൻ ഇറ്റ് ഇസ് എ പ്രോസസ്. അവസാനം എനിക്കൊരു ഡൗട്ട് ആയിരുന്നു, ഞാനാണോ അഷ്കറാണോ സാറ് തന്നെയാണോ, എല്ലാം ഡൗട്ടായിരുന്നു. സോ അങ്ങനെയാണ് ഇതിന്റെ ട്രീറ്റ്മെന്റ് പോയിരിക്കുന്നത്. സോ ഐ എം വെരി ഹാപ്പി ബിക്കോസ് അങ്ങനൊരു പ്ലോട്ട് കൊണ്ടുപോയിരിക്കുന്നത് കൊണ്ട് ഓഡിയൻസിന് അത് എൻഗേജിങ് ആയിരിക്കും. അതാണ് ഈ പ്രോജക്റ്റിന്റെ ഒരു ഹുക്ക് എന്ന് പറയുന്നത്. സോ ലെറ്റ്സ് സീ, നാളെ റിലീസ് ആവുകയാണ് അല്ല, എല്ലാവരും പോയി കണ്ടിട്ട് അഭിപ്രായം പറ. എന്നിട്ട് യു ഷുഡ് ടെൽ, ഞാനാണോ ഗൗരിയാണോ അഷ്കറാണോ A.K. സാറാണോ വില്ലെന്ന്, കേട്ടോ? എന്തോ ഓക്കെ, അത് ബാക്കി അഷ്കർ പറയും. നമ്മുടെ സിനിമ ഡീറ്റെയിൽസ് പറഞ്ഞോ. ഗൗരി നദിയാട്ടോ വില്ലൻ. അതുപോലെ നമ്മുടെ മ്യൂസിക് ചെയ്തിരിക്കുന്ന ഷസാറാണ്. അതുപോലെ നമ്മുടെ സുകന്യ മേഡം ആണ് ഇതിൽ ഒരു പാട്ടിൻ്റെ ലിറിക്സ് എഴുതിയിരിക്കുന്നത്. സുകന്യ അറിയാലോ, അവർ നമ്മുടെ പടത്തിൽ നമ്മുടെ മലയാള സിനിമയിലും എല്ലായിടത്തും നല്ലൊരു ആർട്ടിസ്റ്റാണ്. സുകന്യ മേഡത്തിൻ്റെ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ, ലിറിക്സ്. ഞാനും എന്നെയും കൂടെ ഡാൻസൊക്കെ കളിക്കുന്നുണ്ട് സോങ്ങിൽ. വളരെ എല്ലാവരും നല്ല ടെക്നീഷ്യന്മാരാണ്. ഞാൻ സാറിനെ കൊടുക്കാം. ഇതിനകത്ത് എഡിറ്റിംഗ് ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് തിങ്ങാണ്. അത് പടം കാണുമ്പോൾ അറിയാം. കാരണം ഇതൊരു മൊത്തം എടുത്തിട്ട് വീണ്ടും ഒരു സിനിമ നമ്മൾ എഡിറ്റിങ്ങിൽ ഉണ്ടാക്കി ഈ പടം. അതുകൊണ്ട് ജോൺ കുട്ടി വളരെ ഹാർഡ് വർക്ക് ചെയ്തു. അല്ല, റീ റെക്കോർഡിങ് എക്സ്ട്രാordinary റീ റെക്കോർഡിംഗ് ആണ്. പ്രകാശ് സെലക്സ് അദ്ദേഹം ചെയ്തു. അനീഷ് പെരുക്കുലാവ് പ്രാന്തി പിടിച്ചു.
പുള്ളിക്ക് അത്രയും ഈ വർക്ക് ചെയ്തിട്ട് അത്രയും ബുദ്ധിമുട്ടി. അനിൽ മേടയിൽ എൻ്റെ ബ്രദർ പോലെയുള്ള ആണ് പുള്ളി, ഒരു അസോസിയേറ്റ് ഡയറക്ടർ. ബാക്കി എല്ലാം നല്ല ടെക്നീഷ്യൻസാണ് വർക്ക് ചെയ്തത്. നാഗരാജൻ, കോസ്റ്റ്യൂമർ നാഗരാജൻ, വർഷങ്ങളോളം എനിക്ക് തോന്നുന്നത് എൻ്റെ ഒത്തിരി പടങ്ങൾ 10-30 വർഷമായിട്ടുള്ള ബന്ധവും കാര്യമുണ്ട്. അദ്ദേഹമാണ് കോസ്റ്റ്യൂമർ. എല്ലാം നല്ല ഹൈ ടെക്നീഷ്യൻസ് നമുക്ക് ഇതിനകത്ത് കിട്ടിയെന്നുള്ളൊരു ഭാഗ്യമാണ്. ഗൗരിയുടെ കൊടുക്കാം. ഗൗരി എന്താ? ഹായ്, നമസ്കാരം എല്ലാവർക്കും. അയ്യപ്പനും കോശി എന്നുള്ള സിനിമയിലെ അഭിനയത്തിന് ബെസ്റ്റ് ക്യാരക്ടർ ആർട്ടിസ്റ്റിനുള്ള സ്റ്റേറ്റ് അവാർഡ് കിട്ടിയതാണ്. എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയില്ല, ഫിലിം ഫെയറും സൈമയാണ് കിട്ടിയത്. അതില് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത് എനിക്ക് വോയിസ് ചെയ്ത കുട്ടിക്കാണ്, റിയയ്ക്ക്. പിന്നെ സിനിമയ്ക്ക് കിട്ടിയിരുന്നു, സിനിമയ്ക്ക് നാഷണൽ അവാർഡ് വരെ കിട്ടിയിരുന്നു. ഈ സിനിമയിലെ കഥാപാത്രത്തെ കുറിച്ചൊന്ന് പറയാമോ? ഇതിലെ ക്യാരക്ടർ ഒരു പോലീസ് ഓഫീസർ ക്യാരക്ടറാണ്. ഏറ്റവും കൂടുതൽ ഇല്ല, ഞാൻ ആക്ച്വലി സാറിൻ്റെ അടുത്ത് ഫസ്റ്റ് വന്നപ്പോൾ ചോദിച്ചു. ഓൾറെഡി കുറച്ചൊരു എന്താ പറയുക, ഒരു സസ്പെൻസ് ആയിട്ട് നിൽക്കുന്ന ക്യാരക്ടറാണ്, ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാമോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു പോലീസ് ഓഫീസർ ക്യാരക്ടറാണെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ വില്ലത്തി ആരാണെന്നോ അല്ലെങ്കിൽ വില്ലൻ ആരാണെന്നോ ഇതൊക്കെ അറിയുന്നൊന്നും എനിക്കറിയില്ല. കാരണം സന്തോഷേട്ടൻ പോലും ഈ പറഞ്ഞ പോലെ കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത്. ഈവൻ സാറിൻ്റെ ഞാൻ പുറകെ നടന്നിട്ടുണ്ട്. മെയിൻ തിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് ക്യാരക്ടേഴ്സ് ചെയ്യുന്ന ഒരാളാണ്. ഇവിടെയാണ് ഒന്നും പറ്റാണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാറിൻ്റെ മുകിൽ കൂടിയാണ് ഹീറോയിനായിട്ട് ഞാൻ തുടങ്ങുന്നത്. അതിൽ ആൻറ്റി ഹീറോ ആണ് ഇരിക്കുന്നത്, അതിലുണ്ടായിരുന്നൊരു വില്ലനാണ് അവിടെ ഇരിക്കുന്നത് നായകനായിട്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ അതിനെ മൊത്തം അറിയായിരുന്നു, ഫുള്ള് വായിച്ചിട്ടാണ് എന്നെ കൊണ്ട് ഫുള്ള് വായിപ്പിച്ച് ഒരു എത്ര പ്രാവശ്യം വേണമെങ്കിലും വായിച്ചു എന്ന് പറഞ്ഞിട്ട് അഭിനയിച്ചതാണ്. ഇതിലൊന്നും അറിയില്ല, ഒരു പേപ്പർ പോലും എനിക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ സ്റ്റോറിയുടെ കാര്യത്തിൽ ഇപ്പോൾ ഇവിടെ ഇരുന്ന് പറഞ്ഞ എല്ലാവരും ശരിക്കും പറഞ്ഞത്, ആർക്കും ഇതിൻ്റെ ഫുൾ സ്റ്റോറി അറിയില്ല. ഇവരുടെ ക്യാരക്ടേഴ്സ് എന്തൊക്കെ ചെയ്യുന്നു, കഥയിൽ എങ്ങനെ വരുന്നു എന്ന് പോലും എനിക്ക് തോന്നുന്നു മിക്ക ആൾക്കാർക്കും അറിയാൻ പറ്റില്ല. നാളെ തിയേറ്ററിൽ കാണുമ്പോഴായിരിക്കും നമ്മൾ ഇതൊക്കെയാണ് ഇവർ ചെയ്തത്. ചെയ്ത പോർഷൻസ് അറിയാം, പക്ഷെ എങ്ങനെ എവിടെയൊക്കെ വരുന്നു, എന്തൊക്കെ ഇവർ ചെയ്യുന്നു, കഥയിൽ എന്തൊക്കെയാണ് ഇവരുടെ പാട്ടെന്നുള്ളത് നാളെ അറിയാൻ പറ്റും. സുരേഷ് ബാബു സാർ ബാബു ആന്റണി സാർ പറഞ്ഞു, സാർ 2010 തന്നെ സിനിമ എടുക്കുമ്പോൾ വളരെ അപ്ഡേറ്റഡ് ആയിരുന്നു എന്നുള്ളത്. 1980 മുതൽ ഓരോ ദശാബ്ദത്തിലും സിനിമ ചെയ്തിട്ടുള്ള ആളാണ് സാറ്. മലയാള സിനിമയുടെ ഈ ഒരു ദശാബ്ദത്തെ സാർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇപ്പോൾ വേറൊരു വെറൈറ്റി പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ചെറിയ സംഭവങ്ങൾ എടുത്തിട്ടുള്ള കഥകളാണ് ഞാൻ ഇപ്പോൾ പല സിനിമകളും കാണും. എല്ലാ സിനിമകളും ഞാൻ കാണും, സകല സിനിമകളും കാണും, ഒന്നും വിടത്തില്ല, എല്ലാം കാണും. അപ്പോൾ എനിക്ക് അങ്ങനെ മാറ്റി. പിന്നെ എൻ്റെ ഒരു ട്രാക്ക് ഉണ്ടല്ലോ, മീൻസ് അതിൽ നിന്നുള്ള മാറ്റി. പിന്നെ മാക്സിമം ഈ പറഞ്ഞ ടെക്നിക്കൽ സൈഡ് അഡ്വാൻസ് ചെയ്തിട്ടുള്ള ചിത്രമാണിത്. ഈ ഒരു പാറ്റേൺ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിലേക്ക് അല്ലെങ്കിൽ ഇതിനേക്കാൾ നന്നായിട്ട് ഇത് ചെയ്യാനായിട്ട് തോന്നും. ഇപ്പോൾ പല എല്ലാ പടങ്ങളും ഹിറ്റല്ലേ, മിക്ക പടങ്ങളും ഹിറ്റല്ലേ, എല്ലാം അതിൻ്റെ വെറൈറ്റി, ഓരോരുത്തരെ അവരെ ബുദ്ധിയിൽ ഉദിച്ച കാര്യങ്ങൾ നല്ലത്. എൻ്റെ ഒരു വേ ഓഫ് സ്റ്റൈല് വേറെയാണ്. അത് സക്സസ് ആകുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വീണ്ടും നമ്മളത് ചെയ്യാനായിട്ട് നിൽക്കും. സാർ, ഇപ്പോൾ നമുക്ക് ഗ്ലോബലി തന്നെ ആണെങ്കിലും ഈ ത്രില്ലർ സിനിമകൾക്ക് ഒരുപാട് ഓഡിയൻസ് ഉണ്ട് പൊതുവെ. ഇപ്പോൾ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? അതെ, ആശിക സാർ. ഇപ്പോൾ ഈ തമിഴ് ഉൾപ്പെടെയുള്ള സിനിമകൾ, നമുക്ക് രാക്ഷസൻ പോലെയും മലയാളത്തിൽ 5-ാം പാതിര പോലെയുള്ള സിനിമകൾ നമ്മൾ ഒരുപാട് വിസ്മയിപ്പിച്ച സിനിമകളാണ്. സോ അതിനപ്പുറത്തേക്ക് ഒരു ത്രില്ലർ സിനിമ നമ്മൾ എടുക്കുമ്പോൾ, ഇപ്പോൾ പ്രത്യേകിച്ച് സന്തോഷ് സാർ നമ്മുടെ ഒപ്പം ഉണ്ട്, ഈ ഒരു ത്രില്ലർ സിനിമകൾ എടുക്കുമ്പോൾ സാറിൻ്റെ എഴുത്ത് വഴികളിൽ ഇത്തരം സിനിമകൾ എപ്പോഴെങ്കിലും അല്ലെങ്കിൽ ഇതിനെ കവച്ചു വെക്കുന്ന രീതിയിലുള്ള ഒരു എഴുത്തിലേക്ക് പോയാൽ മാത്രമാണ് ഇനി നമ്മൾ ഫേസ് ചെയ്യാനിരിക്കുന്ന ഒരു നിരൂപക വൃന്ദം ഉണ്ടല്ലോ, സോ അതിനെ ട്രീറ്റ് ചെയ്യുകയും സീറ്റിംഗ് അടിച്ച് ത്രില്ലറിലേക്ക് സിനിമയെ കൊണ്ടുവരാനും സാർ അത്തരം റെഫറൻസുകൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ സന്തോഷമാണോ പറയണ്ടത്, ഞാനാണോ പറയണ്ടത്? ആര് പറഞ്ഞാലും മതി. സന്തോഷം കൊടുക്കാം. നിരൂപക വൃന്ദം, അതിൻ്റെ അർത്ഥം അല്ല, സാറിന് എന്തായാലും അറിയിരിക്കും. അതറിയാം, എനിക്ക് അവരെയാണ് ഭയവും, ഭയങ്കര ഭയം. ഞാനതാണെങ്കിലും ഒന്നും മിണ്ടാതിരിക്കുന്നത്. കാരണം നമ്മൾ എന്തൊക്കെ അവകാശപ്പെട്ടാലും നമ്മൾ എന്തൊക്കെ കഷ്ടപ്പെട്ടാലും, ഇപ്പോൾ നമ്മുടെ കഷ്ടപ്പാടിൻ്റെ എല്ലാം ഉണ്ട്, കഷ്ടപ്പാടൊക്കെ അതൊന്നും കാണികൾക്ക് അറിയേണ്ട കാര്യമില്ല. ശരി, അവർ തിയേറ്ററിനകത്ത് കയറി അവരേത് ജോണറിലെ സിനിമയാണ് കാണാൻ വന്നിരിക്കുന്നത്, ത്രില്ലറാണോ, ഫാമിലിയാണോ, ലവ് സ്റ്റോറിയാണോ, അതോ സെക്സ് മൂവിയാണോ, എന്താ വാട്ട് എവർ ഇറ്റ് ഈസ്, ആ സാധനം അവർക്ക് കൊടുത്ത കാശിന് മുതലായാൽ മാത്രമേ അവർ അംഗീകരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ പഴയ പോലെ, പണ്ട് ഞാനെനിക്ക് ഒരു കത്ത് എഴുതി 2 ആഴ്ച കഴിഞ്ഞിട്ട് അത് പ്രസിദ്ധീകരിച്ച് വന്നാൽ ഇപ്പം അങ്ങനെയല്ല, അപ്പം കിട്ടും ഇല്ലേ. അതൊരു എനിക്കതിൽ വിഷമമുണ്ട്, പക്ഷേ അത് അവരുടെ അവകാശമാണ്. അത് അവർ ചെയ്യുന്നു, അവർ കൊടുത്ത കാശിന് അവർ പ്രതീക്ഷിച്ച സാധനം കിട്ടിയില്ലെങ്കിൽ അവർ തെറി വിളിക്കും, നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും ശരി.
പിന്നെ ചോദിച്ചതിൽ നമ്മൾ റെഫറൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, എപ്പോഴും താങ്കൾ പറഞ്ഞ പോലെ ലോക സിനിമയിൽ അന്നും ഇന്നും എന്നും ഓഡിയൻസുള്ളതാണ് ഈ ജോണറുള്ള സിനിമ, ക്രൈം ത്രില്ലർ അങ്ങനെയുള്ള സംഭവങ്ങൾ. അതിൽ നമ്മൾ തമ്മിൽ ഇന്നലെ സംസാരിച്ചിരുന്നു. ഇല്ല, നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ചോദ്യം ഞാൻ നല്ല ഉത്തരം പറഞ്ഞിരുന്നു. അപ്പോൾ ഇത് എന്നും ഈ മനുഷ്യനുണ്ടായ കാലം മുതൽ ആദോ അവയും കേനൻ്റെ ആബിൽ ഇവിടെ ക്രൈം നടന്നു, ബ്രദറെ വെട്ടിക്കൊന്ന് ക്രൈം നടന്നു. അപ്പോൾ ക്രൈം എന്നാണ് ഈ ലോകം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ് എപ്പോഴും നമ്മൾ പറയുന്ന രീതി പോലെയാണ്. അതേ ഒന്നേ ഉള്ളൂ ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ്. നമ്മൾ കൊല ചെയ്താലും റേപ്പ് ചെയ്താലും ഡെക്കോയിറ്റി നടത്തിയാലും ഒക്കെ നമുക്ക് പറയാനുള്ള മനുഷ്യനുള്ള കാലം മുതൽ അതുണ്ട്. അപ്പോൾ അതെങ്ങനെ പറയുന്നു എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ വ്യത്യസ്തതയ്ക്ക് വേണ്ടി ഒരുപാട് മാറ്റി. ഇപ്പോൾ നമ്മൾ സൈലൻസ് ഓഫ് ദി ലാംബ് എന്ന് പറഞ്ഞൊരു പടം നിങ്ങളെല്ലാവരും കണ്ട പടമായിരിക്കും. അതെന്തുകൊണ്ട് ഇപ്പോഴും അതൊന്നും റീമേക്ക് ചെയ്യപ്പെടുന്നില്ല? അതിൻ്റെ കഥയെടുത്ത് ഒരു ഭാഷയിലും വരുന്നില്ല. വന്നിട്ടുണ്ടോ? ഇല്ല. ഉണ്ടോ? വന്നിട്ടില്ല. സൈക്കോപാത്തുകളുടെ കഥയിൽ ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് സിനിമയാണ് സൈലൻസ് ഓഫ് ദി ലാംബ്. അത് ഒരു റീജിയണൽ ലാംഗ്വേജുകളിലൊന്നും അങ്ങനത്തെ ഒരു സിനിമ വന്നിട്ടില്ല. അത് മാത്രമായിട്ട് സ്റ്റാമ്പ് ചെയ്ത് അതിൻ്റെ ഒരു സ്ഥാനത്ത് നിൽക്കുന്ന ഡ്രാക്കുള, ബ്രാം സ്റ്റോക്കറുണ്ട്. അതും പലരൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ കണ്ടിരിക്കുന്നതിൻ്റെ അത്ര ഇല്ല. അപ്പോൾ ഇത് ഈ തിരക്കഥയെക്കുറിച്ച് ഞാനിപ്പോൾ പറയാം, ബാക്കി അതിനെക്കുറിച്ച് ഞാൻ പറയുന്ന ആളല്ല. ഇതൊരു AK സന്തോഷ് എന്ന് പറഞ്ഞ പാവപ്പെട്ട തിരക്കഥാകൃത്ത് എഴുതിയ ഒരു ക്രൈം ത്രില്ലറാണ്. അത് നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ള നാളെ ഈ സമയത്ത് അറിയാൻ നിൽക്കണോ പോകണോ? എനിക്ക് അത്രയേ ഉള്ളൂ. ഒരു അവകാശവാദവും ഇല്ല എനിക്ക് ഇതിൽ. നമ്മൾ എന്തൊക്കെ ചെയ്താലും എത്ര ഭീകരമാണെന്ന് പറഞ്ഞാലും ആ ജനം 2 മണിക്കൂർ കൊണ്ട് വിധി എഴുതിയിട്ട് വിട്ട് പോകും. പറ്റുമെങ്കിൽ അമ്മയ്ക്കും ബുദ്ധിക്കും വിളിക്കുകയും ചെയ്യും. പണ്ടതില്ലായിരുന്നു, ഇപ്പം അതുണ്ട്. ആ ഒരു ഭയം എനിക്കുണ്ട്. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, അത് എല്ലാവർക്കും ഉണ്ടാവുകയും വേണം. കാരണം അവർ നിസ്സാരരല്ല നിങ്ങൾ, ആ വിശ്വാസം എനിക്കുണ്ട്. പക്ഷെ അതുകൊണ്ട് നമുക്ക് മുന്നിൽ വരുന്നൊരു പടം ആ ഭയം കൊണ്ട് ചെയ്യാതിരിക്കാനും പറ്റില്ല, നമുക്കും ജീവിക്കണം. അപ്പോൾ അത് പിന്നെ എനിക്കിപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് ഈ പ്രേക്ഷകരോടും നിങ്ങളോടും പറയാനുള്ളത്, തല്ലിക്കൊന്ന് കളയരുതെന്ന് മാത്രമേ ഉള്ളൂ. അതൊരു കാരണം ഇതിനൊന്നും നമുക്കൊന്ന് മാറ്റം അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു നിയമപരമായ നിയമം കൊണ്ടൊന്നും ഈ റിവ്യൂസിനെയോ അല്ലെങ്കിൽ കമൻസിനൊന്നും നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ലല്ലോ, ഒരിക്കലും പറ്റില്ല. കാരണം ഞാൻ പറയുന്നത് എന്താണെന്നറിയോ, ഈ സിനിമ പണ്ട് ഒരു മലയാള സിനിമ എന്ന് പറയുന്നത് നമുക്ക് വളരെ കുറവുണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. മലയാള സിനിമയല്ല, തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ, അതോ ഫോറിൻ ലാംഗ്വേജ്, ലാറ്റിൻ അമേരിക്കൻ സിനിമകൾ ചോയ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുമ്പിൽ ഇഷ്ടം പോലെയാണ്. അപ്പം അവരുടെ ഫെസിലിറ്റി ഒന്നും ഇല്ലാണ്ട് നമ്മൾ സിനിമ ഉണ്ടാകും. അപ്പോൾ ഇവർ കമ്പയർ ചെയ്യുന്നത് എപ്പോഴും അത്ര സിനിമകളോടായിരിക്കാം. അവരെ കുറ്റം പറയില്ല. അവരുടെ യങ് ബ്രെയിനാണ്, യങ് മൈൻഡാണ്, അവർ റോബസ്റ്റാണ്. അപ്പോൾ അവരുടെ മുമ്പിൽ നമ്മൾ കൊണ്ടുവന്ന് വയ്ക്കുക, നമ്മളാൽ കഴിയുന്നത് കൊണ്ടുവന്ന് വയ്ക്കുക, അവരെങ്ങനെ സ്വീകരിക്കും എന്നുള്ളതാണ്. അവരെ പിന്നെ എന്താ ഒരു റിക്വസ്റ്റോ പ്രാർത്ഥനയോ ഒക്കെ ഉള്ളൂ രക്ഷപ്പെടുത്തി തരണേന്ന്, അതേ ഉള്ളൂ. വേറെ ഒരു അവകാശവാദവും ഇല്ല എൻ്റെ സുഹൃത്തുക്കളെ. എന്നോട് ഇപ്പം തിരക്കഥ മുഴുവനായിട്ട് ആക്ടേഴ്സിന് കൊടുത്തില്ല, അപ്പം അവർക്ക് കഥ മുഴുവനായിട്ട് അറിയില്ല എന്ന് പറയുമ്പോൾ അത് കേൾക്കാനൊക്കെ നമുക്ക് നല്ല സുഖം ഉണ്ടാവും. പക്ഷേ ഇത് പ്രാക്ടിക്കലി അതൊരു ചെയ്തെടുക്കാനായിട്ട് ഇപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ഏത് സാഹചര്യത്തിൽ എന്ത് ഇമോഷൻസ് വരണം, അല്ലെങ്കിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം, നമ്മൾ ഡമ്മി കൊടുക്കും. ഡമ്മി സിറ്റുവേഷൻ അതിനോട് മാക്സിമം അടുത്ത് നിൽക്കുന്ന ചില ഡമ്മി സാധനങ്ങൾ പറഞ്ഞതിൻ്റെ പ്രീവിയസ് സീൻ ഇങ്ങനെയാണ്, പ്രീവിയസ് ഇത് കഴിഞ്ഞിട്ടുള്ള സിറ്റുവേഷൻ ഇങ്ങനെയാണെന്ന് പറഞ്ഞു. അതെന്താ നിവൃത്തികേട് കൊണ്ടാണ് സുഹൃത്ത്. ചില സമയത്ത് അവർ ചിലപ്പോൾ ഇത് 120ഓളം ക്രൂ മെമ്പേഴ്സ് ഉള്ളൊരു ലൊക്കേഷനാണ്, ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ എന്ന് പറഞ്ഞായിരിക്കുമല്ലോ. അപ്പോൾ ഇതിൽ എപ്പോഴും ഇതിൻ്റെ ഒരു വൈറ്റൽ പോയിന്റ് ഉണ്ടാവും. അത് നമ്മൾ അത്രയും ആ ചെയ്യുന്ന ആർട്ടിസ്റ്റിനോട് മാത്രമേ അത് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ സ്റ്റാർ കാസ്റ്റിംഗ് നടക്കുന്ന സമയത്ത് എനിക്ക് എപ്പോഴും ഒരു ചെറിയ റോൾ ചെയ്യുന്ന ഒരാളാണെങ്കിൽ പോലും ഈ ഒരു സിനിമയുടെ മുഴുവൻ കഥ വിത്ത് ഷോട്ട് പോലെ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് എൻ്റെ ഒരു രീതിയാണ്. പലപ്പോഴും എന്നോട് ഡയറക്ടർ വഴക്ക് പറഞ്ഞിട്ടുണ്ട്, എന്തുകൊണ്ട് ഇങ്ങനെ പറയില്ലേ, ഇങ്ങനെ പറയേണ്ട കാര്യമില്ല. അപ്പോൾ എനിക്ക് ആവശ്യം അവരുടെ നിന്ന് ഔട്ട്പുട്ട് നമുക്ക് കിട്ടുക, അവരെ ഇത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇത്തരം സിനിമകളിൽ നമുക്ക് ചില കാര്യങ്ങൾ അറിഞ്ഞോ അറിയാതോ അവരുടെ വായിന്നത് പോയി അറിയാലോ. ഇത് പുറത്ത് പോയതിൻ്റെ ഒരു വേറൊരു ഇതിൻ്റെ സസ്പെൻസ് എന്ന് പറഞ്ഞ സാധനം, സസ്പെൻസ് എന്ന് പറഞ്ഞൊരു പടം നാളെ ഈ നേരത്തെ പൊളിയും. സിനിമ റിലീസ് ചെയ്ത് 2ാമത്തെ മണി ക്ലൈമാക്സ് കഴിഞ്ഞ് അത് പൊളിഞ്ഞു. പക്ഷെ അപ്പോൾ ഒരു മൊമെൻ്ററി സസ്പെൻസ്, വീണ്ടും അത് കാണാനുള്ള ആ സസ്പെൻസ് എന്താണ് എന്ന് കാണാനുള്ള ഒരു ആഗ്രഹമുള്ള സസ്പെൻസ് ചിത്രങ്ങളുടെ വിജയം എപ്പോഴും.
ഇപ്പോഴും നമ്മൾ CBI ഇറക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? നമുക്കറിയാം, എല്ലാവർക്കും അറിയാം അത് ആരാണ് കൊന്നതെന്നുള്ളത്, അല്ലേ? അപ്പോൾ അത് ഇപ്പോൾ സുഹൃത്ത് ചോദിച്ചത് കറക്റ്റാണ്. ആർട്ടിസ്റ്റിൽ നിന്ന് ഔട്ട്പുട്ട് കിട്ടുമെന്ന് വെച്ചാൽ നമുക്ക് വേറെ നിവൃത്തിയില്ല. അപ്പോൾ ഇവരോട് ചില ഡമ്മി കാര്യങ്ങളും പറയുന്നതാണ്. അങ്ങനെയാണ് ചില സമയത്ത് നമ്മൾ മിസ്ഗൈഡ് ചെയ്യുമല്ലേ, നീയാണ് വില്ലത്തി അല്ലെങ്കിൽ നീയാണ് വില്ലൻ കേട്ടത് ആരോടും പറയരുത്. അയാൾ അതനുസരിച്ച് ഭയങ്കരമായിട്ട് പെർഫോം ചെയ്യും. ചിലപ്പോൾ നമുക്ക് ആവശ്യത്തായിരിക്കും ഇയാളെ വില്ലനെന്ന് തോന്നിപ്പിച്ചുകൊണ്ട് ഒരു പോയിന്റ് ഒരാളെ കൊണ്ടുപോകണം ചില ഓഡിയൻസിനെ. ഇപ്പം നീ എല്ലാ വില്ലൻ കൊണ്ട് നീ വില്ലനെ പോലെ അഭിനയിക്കാൻ പറഞ്ഞു കൊടുത്താൽ അയാൾ ചെയ്യില്ല. അയാൾ ചെയ്യുന്നത് മെക്കാനിക്കലായി പോകും. അപ്പോൾ അയാൾ ഒരു സർട്ടൻ ലിമിറ്റ് വരെ നീയാണ് ഇതെല്ലാം ചെയ്യുന്നത്, താനാണ് ചെയ്യുന്നത്, ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ട് അല്ല എന്ന് പറയുന്ന. അപ്പോൾ കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു നാച്ചുറൽ ആയിട്ടുള്ളൊരു ഓർഗാനിക് ആയിട്ടുള്ളൊരു ഔട്ട്പുട്ട് കിട്ടുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളതും അനുഭവം. ഞാൻ സംസാരിച്ചോട്ടെ ഇപ്പോൾ സാറ് പറഞ്ഞ കാര്യത്തിൽ അതിനകത്ത് ഒരു കാര്യം കൂടെ പറയാം. ഇപ്പോൾ നമ്മളൊരു സീൻ എടുക്കുമ്പോൾ ബ്ലാങ്ക് ആയിട്ട് വിടുകയല്ല. അവരോട് ആ സീൻ എടുക്കുമ്പോൾ ആ സീനിൽ ചെയ്യേണ്ട എല്ലാ ഡീറ്റെയിൽസും നമ്മൾ പറഞ്ഞു കൊടുക്കും. ഇതാണ് നിങ്ങളെ എക്സ്പെക്ട് ചെയ്യേണ്ടത്, അതാണ് നമ്മുടെ ആവശ്യം, ഔട്ട്പുട്ട് വേണ്ടത്, ഡീറ്റെയിൽ പറഞ്ഞു കൊടുക്കും. അപ്പോൾ അവരൊരു കൺഫ്യൂഷൻ ഉണ്ടാകത്തില്ല. ഈ സീനിൽ ഇത് ചെയ്യണം എന്നാൽ എല്ലാവരും നല്ല നല്ല ആർട്ടിസ്റ്റുകളാണ്. ആ സമയത്ത് പറഞ്ഞാൽ മതി. എന്നിട്ട് എന്ത് വേണമെങ്കിലും വീണ്ടും നമുക്ക് ഇപ്പോഴുള്ള അഡ്വാൻറ്റേജ് വെച്ചാൽ എടുത്തത് വീണ്ടും ഇട്ട് കാണാൻ പറ്റും, പോരായ്മയുണ്ടെങ്കിൽ ചെയ്യും. അതാണ് ഈ പറഞ്ഞ പോലെ ഈ ഹൈഡ് ചെയ്യാനുള്ള വൺ ഓഫ് ദ റീസൺ. പക്ഷെ ആ സീൻ എടുക്കുമ്പോൾ എല്ലാം പറഞ്ഞു കൊടുക്കും. പിന്നെ ഈ പടത്തിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും ഞങ്ങളുടെ ടീമിനെ വിശ്വസിച്ച് മാത്രം വന്നവരാണ്. അതാണ് പലരും കഥ കേൾക്കാത്തത്, പലർക്കും കഥ പറയാണ്ട ആവശ്യമില്ലാത്തവരതാണ്. ഇതാണ് നമ്മുടെ ഒരു പടം. നിങ്ങൾക്ക് 100% വിശ്വാസമാണ്. അവരെ മിസ്യൂസ് ചെയ്തില്ല, അവർക്ക് മോശമായ ഒരു സ്ഥലത്തുകൊണ്ട് എത്തിക്കൂല എന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാ ആർട്ടിസ്റ്റിനും ഈ പടത്തിൽ അഭിനയിച്ച എല്ലാവർക്കും വിശ്വാസമാണ്. അതാണ് ഈ പടത്തിൽ വലിയ ആർട്ടിസ്റ്റുകൾ വരെ ഒരു സീനും ചെയ്തിട്ടുണ്ട്, ഒറ്റ സീൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് മമ്മൂക്ക തന്നെ ഒരു 2 ഷോട്ട് എനിക്കൊരു പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ കൂടുതൽ വേണ്ടല്ലോ, അതാണ് സംഭവം. ഞാനൊന്ന് സംസാരിച്ചോട്ടെ. ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞൊരു കാര്യത്തിൽ നിന്നാണ് തോന്നുന്നത് എനിക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ തോന്നിയത്. ഈ പറഞ്ഞ പോലെ സാറ് നമ്മുടെ അടുത്ത് ഈ പറഞ്ഞ പോലെ പറയുമ്പോൾ 1 ലൈൻ ഫുൾ പറയും. ഈ സിനിമയുടെ കഥ മൊത്തം നമ്മുടെ അടുത്ത് പറയും. പിന്നെ ഈ പറഞ്ഞ പോലെ ചില ക്യാരക്ടേഴ്സിനെ ഹൈഡ് അത് നമ്മൾ അറിയേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഈ പറഞ്ഞ പോലെ നമ്മളുമായിട്ട് പാട്ടല്ലാത്ത ആയിരിക്കാം ഈ പറഞ്ഞ പോലെ കഥയിലെ ടൈലൻറ്റിൽ വരുന്ന കുറച്ച് സസ്പെൻസ് ആയിട്ട് വരുന്ന ക്യാരക്ടേഴ്സിനെ ഈ പറഞ്ഞ പോലെ മനഃപൂർവ്വം ഹൈഡ് ചെയ്യും. പക്ഷെ ഈ പറഞ്ഞ പോലെ ഞാനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ ക്യാരക്ടറിന്റെ മൊത്തത്തിൽ വ്യക്തത കിട്ടിയിട്ട് പെർഫോം ചെയ്തതാണ്. അല്ലാതെ ഈ പറഞ്ഞ പോലെ ബ്ലാക്ക് ആയിട്ട് നമ്മൾ രാവിലെ പോകുന്നു, ക്യാമറയുടെ മുമ്പിൽ നിൽക്കുന്നു, സാർ ആക്ഷൻ പറയുന്നു, ചെയ്തോ പറയുമ്പോൾ അങ്ങനെ ചെയ്യുന്നതല്ല. നമ്മൾ എന്താണ് ക്യാരക്ടർ, ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, ഇതിന് മുമ്പോട്ട് പോകുമ്പോൾ എങ്ങനെയാണ്, ഇവരുടെ ഫുള്ളൊരു ജേണിയും ഇവർ വളർന്നപ്പോൾ തൊട്ട് ഈ പറഞ്ഞ പോലെ എൻജാകുന്നവരുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ അടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ ഡീറ്റെയിലിംഗ് ചെയ്തിട്ടാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ സാറിനോടുള്ളൊരു ട്രസ്റ്റ് നമ്മൾക്കുണ്ട്. ഇതല്ല ഞാൻ ഫസ്റ്റ് ഹീറോയിനായിട്ട് അഭിനയിക്കുന്ന അദ്ദേഹത്തിൻ്റെ സിനിമയിലാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ വിളിക്കുമ്പം ഈ പറഞ്ഞ പോലെ വെറുതെ ഒരു ക്യാരക്ടറിനെ വിളിക്കില്ല. കാരണം സാർ എന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വിളിച്ച സമയത്ത് ഗൗരി എൻ്റെ സിനിമയിൽ വേണം, അദ്ദേഹം ഒരു ഗ്യാപ്പിന് ശേഷം ചെയ്യുന്നൊരു സിനിമയാണ്. അപ്പോൾ ഭയങ്കര സന്തോഷമാണ് ഈ പറഞ്ഞ പോലെ ആ ക്യാരക്ടർ ചെയ്തിട്ടും ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ ഓക്കെയാണ്, ഞാൻ ഹാപ്പിയാണ് ഈ പറഞ്ഞത്. അതുകൊണ്ട് അതെനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞ ഒരു കാര്യത്തിൽ നിന്നാന്ന് തോന്നുന്നു ഒരു ചോദ്യമുണ്ടായിരുന്നു. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അവരവരുടെ പാട്ടും അറിയാം, കഥയും അറിയാം. പിന്നെ ചില കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഹൈഡ് ചെയ്ത് വെക്കും. അതിപ്പോൾ ഞാനൊക്കെ എന്ന് വെച്ചാൽ പെർഫോം ചെയ്യുമ്പോൾ ഞാൻ മോട്ടിൽ പോയി നോക്കാത്തൊരു ആർട്ടിസ്റ്റാണ്. അത് എൻ്റെ ടെൻഷൻ കൊണ്ടാണ്. ഞാൻ എൻ്റെ അയ്യപ്പന് ഘോഷം തന്നെയാണെങ്കിലും ഞാൻ അഭിനയിച്ചത് ഈ പറഞ്ഞ പോലെ ഫുൾ സിനിമ കാണുന്നത്, കഥ വായിക്കുമ്പോൾ ഫുൾ അറിയാം, സിനിമയായിട്ട് മൊത്തം കാണുന്ന തിയേറ്ററിൽ നിങ്ങളെല്ലാവരും ഫസ്റ്റ് ഡേ പോയിരിക്കുമ്പോൾ കാണില്ലേ, അതേപോലെ തന്നെയാണ് ഞാൻ എല്ലാ സിനിമയും കാണുന്നത്. നാളെയും ഈ സിനിമ ഞാൻ കാണാൻ പോകുന്നു, അങ്ങനെയാണ്. അപ്പോഴാണ് എനിക്ക് ഈ സിനിമയിൽ ഇങ്ങനെ കാര്യങ്ങളുണ്ടല്ലോ, ഇങ്ങനെ ആർട്ടിസ്റ്റുകൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ, ഇതാണ് കഥ എന്നുള്ളത് ഫുൾ നമ്മൾക്ക് മനസ്സിലാവുന്നപ്പോഴാണ്. അതിലെനിക്ക് തോന്നുന്ന ഒരു ത്രില്ലിംഗ് ഉണ്ട് ഫസ്റ്റ് കാണുമ്പോൾ. മൊത്തം ആർട്ടിസ്റ്റിൽ നിന്ന് നമുക്കിത് മറച്ചു വയ്ക്കാൻ പറ്റില്ല. ആ പർട്ടിക്കുലർ ആ വൈറ്റൽ ആക്ഷൻ ചെയ്യുന്ന ആളും അതിനോട് ഇമ്മീഡിയറ്റ് അടുത്ത് നിൽക്കുന്ന ആർട്ടിസ്റ്റുകൾക്ക് ഇത് പറഞ്ഞേ പറ്റും. നമ്മൾ അവരോട് പറഞ്ഞേ പറ്റും. അതിൻ്റെ ഒരു ഷൂട്ടിങ്ങിൻ്റെ ഒരു പ്രോഗ്രസ്സിലോ അല്ലെങ്കിൽ ബിഗിനിങ്ങിന് അവരെ കമ്മിറ്റ് ചെയ്യുമ്പോഴോ അവരോട് ആ കാര്യം പറഞ്ഞേ പറ്റും. അപ്പോൾ അവരത് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവരത് വെളിവാക്കില്ല, പുറത്ത് എന്തായാലും എക്സ്പോഷൻ ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ അതൊരു ട്രസ്റ്റാണ്. പിന്നെ ഈ പറഞ്ഞവരൊക്കെ വിശ്വാസമാണ്. ഇത് വിചാരിച്ചാൽ ചിലപ്പോൾ ഷൂട്ട് കണ്ട് നിൽക്കുന്നവനോ ലൈഫ് ബോയ്ക്ക് വരുന്നത് കണ്ട് വിളിക്കാനും പറ്റും. കാരണം എല്ലാവരും ബ്രെയിനി പീപ്പിളാണല്ലോ. നമ്മുടെ ഒരു വിശ്വാസം ചിലപ്പോൾ അയാൾ അറിഞ്ഞോട്ട് നമ്മളോട് പറയാതിരിക്കും, മണ്ടം കളിക്കായിരിക്കും, അതൊക്കെ ഉണ്ട്. നമ്മളങ്ങനെ ഫുൾ പ്രൂഫായി അത് വയ്ക്കാനും പറ്റില്ല. സാർ ഇതിൽ ആക്ഷൻ ചെയ്തിട്ടുള്ളത് പൈനി മാസ്റ്റർ, കണ്ണൻ സാർ, സ്റ്റൻ രവി, സെൽവ, റൺ രവി. ഇതിൽ ഞാനും അഷ്കറും തമ്മിൽ ഒരു അടിപൊളി സംഭവമില്ലേ? അതിനകത്ത് 4 ഫൈറ്റ് മാസ്റ്റേഴ്സാണ്.
ഈ ഏറ്റവും ലീഡിങ് ആയിട്ടുള്ള ഒരു ഏതാണ്ട് ഒരു 6 ഫൈറ്റ്, ഒരു 8-10 സീക്വൻസ് ഉണ്ട്, ഏതാണ്ട് ആക്ഷൻ മൂഡിലുള്ള 10. കാരണം അത് പടത്തിന് ആവശ്യമാണ്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. രാജാ സാഹിബ് ഞാൻ മൊത്തം കഥ ചോദിച്ചപ്പോൾ ഞാൻ ഒന്നും പറഞ്ഞില്ല. അവസാനം രാജാ സാഹിബ് ഫൈനലിൽ പറഞ്ഞത്, ചത്ത ആൾക്ക് അറിഞ്ഞൂടാ ഞാനാണോ ചത്തതെന്ന്, കൊന്ന ആൾക്ക് അറിഞ്ഞൂടാ ഞാനാണോ കൊന്നതെന്ന് എന്ന് ചുമ്മാ ഒരു തമാശയ്ക്ക് പറഞ്ഞു. ശരിക്കും ആക്ഷൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എല്ലാവരും നമ്മളൊക്കെ ചെറുപ്പം മുതലേ സിനിമ കാണുമ്പോൾ ആക്ഷൻ കിങ് എന്ന് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹമാണ് അടുത്തിരിക്കുന്നത്. ഞാൻ ശരിക്കും ഇദ്ദേഹത്തിൻ്റെ ഫൈറ്റ് കാണാൻ വേണ്ടിയിട്ട് എനിക്ക് സീനില്ലാത്ത ദിവസം ഞാൻ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. സാറിൻ്റെ അടുത്ത് ചോദിച്ചിട്ട്, സാർ എന്നെ ഓടിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു നിൽക്കണ്ട വെക്കോ എന്ന് പറഞ്ഞിട്ട്. ഞാൻ ലൈവായിട്ട് ബാബുചേട്ടൻ്റെ ഫൈറ്റ് ഈ സിനിമയിലാണ് ആദ്യമായിട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ കാണുന്നത്. ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമല്ലേ, നമ്മൾ ചെറിയ കാലം തൊട്ടേ അദ്ദേഹം സീനിയർ ആയതുകൊണ്ട് പറയുന്നതാണ് കേട്ടോ. അപ്പൊ അത് ലൈവായിട്ട് കണ്ടു ബാബുചേട്ടൻ്റെ റിയൽ ഫൈറ്റ്. ബാബു സാറും ഞാനും തമ്മിൽ ഒരുപാട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. ഹൈവേ പോലീസ് ചിത്രത്തിൽ എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്, സാറായിട്ട് ഫൈറ്റ് ചെയ്യാൻ. പടം അഭിനയിച്ചിട്ടുണ്ട്, ഇപ്പോൾ പൊന്നിയിൻ സെൽവൻ അഭിനയിച്ചിട്ടുണ്ട്, പക്ഷേ കോമ്പിനേഷനിലായിരുന്നു. പക്ഷേ ഹൈവേ പോലീസിൽ സാറായിട്ട് എനിക്ക് ഫൈറ്റ് ചെയ്യാൻ ഒരു ഭാഗ്യം ഉണ്ടായിരുന്നു. എന്ത് വലിയ ആക്ഷൻ ഹീറോസ് എന്ന് പറയാം, കാരണം നല്ല എന്നെക്കാളും വലിയ സീനിയർ ആർട്ടിസ്റ്റുകളാണ് റിയാസ് ആണെങ്കിലും ബാബു സാറാണെങ്കിലും. അപ്പം ഇവരോട് വർക്ക് ചെയ്യാൻ പറ്റി. നമ്മൾ എന്നെ പോലെ ഒരു പുതിയ ആളെന്നല്ല, ഞാൻ ഒരുപാട് ചെറിയ ചെറിയ പരിപാടികളൊക്കെ ചെയ്തിട്ടാണ് ഇവിടെ എത്തിയതെങ്കിലും സീനിയർ ആയിട്ട് നിൽക്കുന്ന ഇവരെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. അവർ നമ്മളെ സപ്പോർട്ട് ചെയ്തു. ഇത്ര ആക്ഷൻ വില്ലന്മാരാണെന്ന് തോന്നിക്കെങ്കിൽ അടിച്ച് കയറി എല്ലാ ഹീറോയാണ് അദ്ദേഹം, അവർ ഹീറോയാണ് ചെയ്യുന്നത്, വില്ലൻ ചെയ്തിട്ടുണ്ട്. ഇവരെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആക്ഷൻസ് ചെയ്യുമ്പോൾ ഒരുപാട് പരിപാടികളുണ്ട്. എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകളും ഉണ്ടാകാതെ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തൊരു മനുഷ്യനാണ് റിയാസ് ഖാൻ. ബാബു സാർ അദ്ദേഹം എൻ്റെ ഫൈറ്റ് സീക്വൻസ് ഒക്കെ ഉണ്ട്, നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാനും ബാബു സാറുമായിട്ട് ഇനി അടുത്തൊരു പരിപാടികൾ എല്ലാവരും ഞങ്ങളൊരു ഫാമിലി പോലെ തന്നെ. അത് വളരെ സന്തോഷമാണ്. എല്ലാത്തിൻ്റെയും നെടുന്നൂടായിട്ട് ടി എസ് സുരേഷ് സാറ്, അദ്ദേഹത്തെ പോലെ വലിയൊരു ഡയറക്ടർ നമ്മുടെ കൂടെയുണ്ട്. അതുപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ വലിയൊരു പ്രൊഡ്യൂസർ ഉണ്ട്. ഞങ്ങളെല്ലാവരും ഒരു കുടുംബം, അത്രേ ഉള്ളൂ. സിനിമയിൽ വേറെ കളത്തരങ്ങളോ ഒന്നുമില്ല, ഒരു കുടുംബം. എല്ലാവരും ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ആൾക്കാരല്ലേ, അല്ലേ? നെക്സ്റ്റ്. ഹലോ സാർ, അതുപോലെ ഇപ്പോൾ നമ്മൾ പഴയ സിനിമകളെ പറ്റി ഞാൻ റിയാസ്ക ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഗജനിയുടെ റീ റിലീസിനെ സംബന്ധിച്ച് കുറേ ചർച്ചകളുണ്ടായിരുന്നല്ലോ. അപ്പോൾ മൊത്തത്തിൽ ഇപ്പോൾ ഈ പഴയ സിനിമകൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് അടിച്ച് കാണാനാണ് ആളുകൾ കൂടുതൽ ആഗ്രഹിക്കുന്നത് തോന്നുന്നു. നമ്മളിപ്പോൾ ഇറങ്ങുന്ന ന്യൂജൻ സിനിമകളൊക്കെ ആളുകൾ 1-2 പ്രാവശ്യം കാണുകയും അവരുടെ കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്ന സിനിമകളൊക്കെ വീണ്ടും 10-15 പ്രാവശ്യം, ഈവൻ സാർ ഇപ്പോൾ സുരേഷ് സാർ പറഞ്ഞ പോലെ, സന്തോഷ് സാർ പറഞ്ഞ പോലെ തന്നെ ഡയലോഗുകൾ ഉൾപ്പെടെ കാണാപ്പാടാണെങ്കിലും ആ പഴയ സിനിമകൾ വീണ്ടും വീണ്ടും കാണാൻ ആളുകൾ ആഗ്രഹിക്കും. അപ്പോൾ ഇത് എന്തുകൊണ്ടായിരിക്കും റിയാസ്ക്ക് അങ്ങനെ ഒരു സെൻസേഷൻ? ഇപ്പോൾ അടിച്ചു കയറുക പോലെ നമ്മൾ ആ ഒരു ട്രെൻഡിങ് ലെവലിൽ കഴിഞ്ഞ് നിൽക്കുകയാണ് ഇപ്പോൾ. സോ എന്തുകൊണ്ടാണെന്ന് ഇപ്പം എനിക്കറിയില്ല, പക്ഷെ നടന്നത് ഭയങ്കര ഹാപ്പിയാണ് ഞാൻ. ഓക്കെ, ബിക്കോസ് ഒരു ജനറേഷന് അറിയാത്ത കാര്യം വീണ്ടും ആ ജനറേഷൻ അത് കാണുകയാണ്. സോ മേ ബി ഒരു 30-40 years ഓൾഡ് ഒരാൾ ഗജനിയിൽ എന്നെ അറിയായിരിക്കും, പക്ഷേ ഇപ്പോഴത്തെ പിള്ളേർ, ചെറിയ കുട്ടികൾ, അവർക്ക് അറിയായിരിക്കും ഗജനി എന്താണെന്ന്. സോ വൺ ജനറേഷൻ ഈസ് വാച്ചിങ് ദാറ്റ്. സോ ആ ജനറേഷനിലേക്ക് ഞാൻ വീണ്ടും കയറി ചെല്ലുകയാണ്. സോ അതുകൊണ്ട് മീൻസ് സോ ഹാപ്പി. പ്ലസ് ഈ റീ റിലീസ് ചെയ്യുന്ന പടങ്ങളൊക്കെ ഹിസ്റ്ററിയിൽ മാർക്ക് ചെയ്ത ഫിലിംസാണ്. സോ വീണ്ടും അത് കാണട്ടെ, അത് കണ്ട് ഇൻസ്പയർ ആവട്ടെ, യങ് ക്രിയേറ്റേഴ്സ് വരട്ടെ, ആക്ടേഴ്സ് അത് കണ്ട് റെഫറൻസ് എടുക്കട്ടെ. സോ ഹാപ്പി മൂമെൻറ്റ്സ് അതൊക്കെ. ബാബു സാർ, അതുപോലെ ഇപ്പോൾ നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഇപ്പോഴത്തേക്ക് ഹീറോ ആണ് സാർ. അപ്പോൾ ഈ ഒരു ഏത് ബാബുവാണ്? ബാബു അനിൽ സാർ. ഞാൻ സ്വന്തമായിട്ടൊരു മൈക്കുമായിട്ട് വന്നു മരിക്കുന്നുണ്ടെന്ന്. ഓക്കെ സാർ, ഇപ്പോൾ പഴയ ഒരുപാട് സിനിമകളിൽ നമ്മൾ ഒരുപാട് ഇൻസ്പയർഡ് ആയ ഗൂസ് ബംസ് തന്ന ഒരാളാണ് സാർ, ഇപ്പോഴും തന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ ഒരു ആക്ഷൻ സിനിമകളിലേക്കുള്ള ക്ഷണം, ഇപ്പോൾ നമ്മൾ ഇടുക്കി ഗോൾഡ് പോലുള്ള സിനിമകൾ സാറിൻ്റെ അങ്ങനത്തെ അത്തരം കഥാപാത്രങ്ങൾ നമ്മൾ ഒരുപാട് ആസ്വദിച്ചിട്ടുണ്ട്. അപ്പോൾ സാറിന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ലൈക്ക് ഈ ഒരു ആക്ഷൻ സീക്വൻസസ് ഒക്കെ വിട്ട് കുറച്ചുകൂടി ക്യാരക്ടർ റോളുകളാണ് എനിക്ക് ഇനി ചെയ്യാനുണ്ടാവുക, അല്ലെങ്കിൽ ചെയ്താൽ കുറച്ചുകൂടി നന്നാവുമെന്നും, അതുപോലെ DNA നമുക്ക് ഈ ഒരു ടൈപ്പ് കാസ്റ്റിങ്ങിനപ്പുറത്തേക്ക് നമുക്ക് എന്തെങ്കിലും പ്രതീക്ഷിക്കാൻ പറ്റുമോ സാർ? അപ്പോൾ നമുക്കൊരു ആക്ടറെ സംബന്ധിച്ചോളം വെറൈറ്റി കഥാപാത്രങ്ങൾ ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരം എപ്പോഴും വെൽക്കമാണ്. അതിന് വൈശാലിയാണെങ്കിലും ഇടുക്കി ഗോൾഡാണെങ്കിലും, പിന്നെ അതുപോലെ കടൽ, ദാദ, ചന്ത, പിന്നെ അതുപോലെ തന്നെ അപരാഹ്നം, ശയനം,
അങ്ങനെ ഒരുപാട് വെറൈറ്റി കഥാപാത്രങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ആക്ഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കഥാപാത്രം വിടുക എന്ന് പറയുന്നൊരു സംഭവം ഇതിനകത്ത് ഉദിക്കുന്നില്ല. കാരണം ആക്ഷൻ എന്ന് പറയുന്നത് തന്നെ അതൊരു പാർട്ട് ഓഫ് ക്യാരക്ടറാണ്. ഇപ്പോൾ ഒരു സിനിമയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആക്ഷൻ സ്റ്റാർട്ട് ക്യാമറ കഴിഞ്ഞാൽ പിന്നെ ആക്ഷനുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ആക്ഷൻ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നു, രണ്ടുപേരും തമ്മിൽ സംസാരിക്കുന്നു, അത് സംസാരിച്ച് കഴിഞ്ഞാൽ ആ സംസാരം ഒരു വാക്കേറ്റമായി വെർബൽ സ്പാറിങ് ആകുന്നു. അത് വെർബൽ സ്പാറിങ് ഫിസിക്കൽ സ്പാറിങ് ആകുമ്പോഴാണ് നമ്മൾ ഈ ആക്ഷൻ എന്ന് പറയുന്നത്. പക്ഷെ ബേസിക്കലി എവറിത്തിങ് ഈസ് ആക്ഷൻ. ഡാൻസ് ചെയ്യുന്നതോ ചിരിക്കുന്നതോ എല്ലാം ആക്ഷൻ തന്നെയാണ്. അതിൻ്റെ ഓരോ വേരിയേഷൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് സ്റ്റോറിക്ക് അനുസരിച്ച് നമ്മൾ ആ കഥാപാത്രങ്ങളെ അല്ലെങ്കിൽ സീക്വൻസ് മോൾഡ് ചെയ്ത് പോകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒന്നും നമുക്ക് പിന്നെ ആക്ഷൻ സിനിമകൾക്ക് ഇപ്പം ത്രില്ലർ പോലെ തന്നെ എപ്പോഴും ഒരു ഓഡിയൻസ് ഉണ്ട്. ഒരു ഫിസിക്കൽ ആക്ഷൻ, അതായത് ഫിസിക്കൽ സ്പാറിങ് എന്ന് പറയുന്നത് അത് ഈ ചെറിയ വെർബൽ സ്പാറിങ് ഡെവലപ്പ് ചെയ്തിട്ടാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്, അതിന് ആ ഫൈറ്റ് ചെയ്യേണ്ട സമയത്ത് നമ്മൾ ഫൈറ്റ് ചെയ്യണം. അല്ലാണ്ട് വെറുതെ ഒരു ഫൈറ്റ് കാണിക്കാൻ വേണ്ടി ഫൈറ്റ് ചെയ്യുമ്പോൾ അതൊരു ഡെമോൺസ്ട്രേഷനാണ്. സോ യു ഹാവ് ടു ഗോ വിത്ത് ദ സ്റ്റോറി. അതുകൊണ്ടാണ് ചന്ത, കടൽ, ദാദ അല്ലെങ്കിൽ ഉപകരണം പ്രദേശ് ആ സിനിമകളൊക്കെ ഇതുപോലെ നമ്മളിപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നമുക്കൊന്നും കഥയ്ക്കനുസരിച്ച് പോകുന്നുള്ളൂ, നമുക്കൊന്നും വിടാൻ പറ്റില്ല. ബാബു സാർ, ബാബു സാർ, ബാബു സാർ, ബാബു ആന്റണി സാർ, സാർ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു കേട്ടിരുന്നു ഒരു സിനിമ സംവിധാനം ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ നടപടികളൊക്കെ തുടരുന്നതായും അന്ന് പറഞ്ഞു കേട്ടിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു അപ്ഡേറ്റ് പറയാൻ പറ്റുമോ? അത് ഒരു സിനിമ സംവിധാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമായിട്ടുള്ള കാര്യമാണ്. അത് ബാബുവിനോട് ചോദിച്ചാൽ ഒരുപാട് സമയം ചിലവഴിച്ച് നമ്മൾ ഒരു വർഷമെങ്കിലും അതിൻ്റെ പുറകെ നിന്നാലേ നമുക്ക് അതിൻ്റെ അത് നടക്കുള്ളൂ. പിന്നെ അതിന് പറ്റിയ കാസ്റ്റിങ്, ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമ എന്ന് പറയുന്നത് വളരെ ട്രഡീഷണൽ ആയിട്ടുള്ളൊരു അപ്രോച്ചാണ്. ഞാൻ സിനിമയിൽ ഒരു കഥ ഡെവലപ്പ് ചെയ്തു, പിന്നെ അത് സ്ക്രിപ്റ്റായി, ഡയലോഗുകളായി, പിന്നെയാണ് കാസ്റ്റിംഗ് വരുന്നത്. ഇപ്പോഴത്തെ സിനിമ എന്ന് പറയുന്നത് ആദ്യം കാസ്റ്റിംഗ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള പരിപാടികളാണ് 99% നടക്കുന്നത്. അങ്ങനെ ഒരു സിനിമ എനിക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ചില കാസ്റ്റിംഗ് നമ്മുടെ മനസ്സിലുള്ളത് പ്രൊഡ്യൂസറുടെ വായ്ക്ക് OTT റൈറ്റില്ല, അല്ലെങ്കിൽ ബിസിനസ് നടക്കില്ല, അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്കത് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെ പാഷനേറ്റായിട്ടുള്ള അല്ലെങ്കിൽ സിനിമയോട് പാഷനേറ്റ് ആയിട്ടുള്ളൊരു പ്രൊഡ്യൂസർ വരുമ്പോഴേ എൻ്റെ സിനിമകൾ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അതുപോലെ എനിക്ക് ആ സമയം അത്രയും ഇപ്പോൾ എനിക്കില്ല. പിന്നെ സിനിമ ഡയറക്റ്റ് ചെയ്യാൻ അത്ര ഈസി ആയിട്ടുള്ള കാര്യമുണ്ട്. ഒന്നല്ല 2 സിനിമയാണ് എൻ്റെ മനസ്സിലുള്ളത്. ഞാൻ ബാബുവിനോട് പറയുന്നുണ്ട് അതൊന്നും എനിക്ക് ചെയ്തു തരുമോ, പലപ്പോഴും ഞാൻ പറയാറുണ്ട്. ഇതിനകത്ത് ബാബു ആക്ഷനാണെങ്കിലും നല്ല സിനിമകളാണ് ബാബുവിൻ്റെ മനസ്സിനുള്ളിൻ്റെ ഉള്ളിലുള്ളത്. അതാണ് ആക്ഷൻ ചെയ്യും, അതിപ്പോൾ നമ്മുടെ ജോലിയുടെ ഭാഗം എന്നുള്ളതാണ്.